നമ്മുടെ മോട്ടിവോ 3 2025 യുക്തിവാദോത്സവത്തിൻ്റെ പ്രധാന ഒരു പരിപാടിയായ സംവാദ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സമയം അല്പം വൈകിപ്പോയി എന്നുള്ളതുകൊണ്ട് നേരിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സംവാദത്തിൻ്റെ വിഷയം എന്നത് മോഡേൺ മെഡിസിനും ഇതര ചികിത്സകളും എന്നതാണ്. വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ KP മോഹനാണ്. അദ്ദേഹം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ആരോഗ്യവകുപ്പിലും സേവനമനുഷ്ഠിച്ച് അതിനുശേഷം കോഴിക്കോട് സ്വന്തമായി ചികിത്സാ ക്ലിനിക്ക് നടത്തുകയാണ്. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ശാസ്ത്രപ്രചാരകരാണ്. കപടശാസ്ത്രങ്ങൾക്കെതിരായ കപട ചികിത്സകൾക്കെതിരായ പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിലനിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. 2004 ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം രോഗം ചികിത്സ കച്ചവടം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറെ ചർച്ചയായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതോടൊപ്പം കൗമുദിയിലും മാതൃഭൂമിയിലും നിരവധി ലേഖനങ്ങൾ ചികിത്സ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ലേഖനങ്ങളാണ് ആയുർവേദം ശാസ്ത്രമല്ല, അഷ്ടാംഗഹൃദയം മതശാസനം എന്ന ലേഖനങ്ങൾ. ഇദ്ദേഹവുമായി സംവാദത്തിന് നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള മറ്റൊരു സമാന്തര ചികിത്സാ രംഗത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. അദ്ദേഹം പ്രകൃതി ചികിത്സയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ ഒരുപക്ഷെ എല്ലാവരും തന്നെ കേട്ടിരിക്കും. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അല്ലെങ്കിൽ വിവാദമായത് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വാക്സിനുമായി ബന്ധപ്പെട്ട വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. അതിൻ്റെ ശരി തെറ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായ ന്യായവാദങ്ങളുണ്ട്. അദ്ദേഹം അത് ഇവിടെ അവതരിപ്പിക്കും. നമുക്ക് കേൾക്കാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതുപോലെ ഗാന്ധിയനാണ്. മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രധാന വിമർശകരുമാണ്. അപ്പോൾ ഈ നേരിട്ട് സംവാദത്തിലേക്ക് കിടക്കുകയാണ്. സംവാദത്തിൻ്റെ ഒരു സ്വഭാവം ഞാനിവിടെ വ്യക്തമാക്കാം. അതായത് നമ്മൾ ആകെ 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ ദൈർഘ്യമാണ് ഈ സംവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. 2 പേർക്കും തുല്യമായ സമയക്രമമാണ്. സമയക്രമം വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ 25 മിനിറ്റ് ഡോക്ടർ KP മോഹനൻ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനുശേഷം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് 25 മിനിറ്റ്. അതിനുശേഷം 10 മിനിറ്റ് വീതം 2 പേർക്കും. ആദ്യം KP മോഹനൻ, രണ്ടാമത് ജേക്കബ് വടക്കഞ്ചേരി. പിന്നീടുള്ള 20 മിനിറ്റ് പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ ചോദ്യങ്ങൾ പരമാവധി എഴുതി നൽകുക. എഴുതി നൽകിയതിന് ശേഷം ഈ സമയക്രമത്തിനകത്ത് നിന്നുകൊണ്ട് സെലക്റ്റീവായ ചോദ്യങ്ങൾക്ക് 2 പേരും മറുപടി പറയുന്നതായിരിക്കും. അതിനാകെ അനുവദിച്ചിട്ടുള്ളത് 20 മിനിറ്റാണ്. ആദ്യം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി മറുപടി പറയും. അതിനുശേഷം ചോദ്യങ്ങൾക്ക്. അതിനുശേഷം ഡോക്ടർ KP മോഹൻ. ഇതാണ് സംവാദത്തിൻ്റെ ഒരു ഘടന. അപ്പോൾ നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ KP മോഹനെ ക്ഷണിക്കുന്നു. വെരി ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയിലല്ല, സത്യത്തെ, ശാസ്ത്രത്തെ, രോഗികളുടെ ആരോഗ്യത്തെ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ആധുനിക വൈദ്യശാസ്ത്രം അഥവാ മോഡേൺ മെഡിസിൻ ഗസ് ചെയ്യാറില്ല, ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറയിലല്ല, തെളിവുകളുടെ അടിത്തറയിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്ത് ആവർത്തിച്ച് തെളിയിക്കാവുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ
ഫീൽഡ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ, ഫേസ് ട്രയലുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ പിയർ റിവ്യൂ, അതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന, തിരിച്ചറിയപ്പെടുന്ന, സത്യത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സത്യാന്വേഷണ സിസ്റ്റമാണ് സയൻസ് എന്ന് പറയുന്നത്. ഇതാണ് സയൻസും സ്യൂഡോ സയൻസും തമ്മിലുള്ള വ്യത്യാസം. സയൻസ് നിരന്തരം പുതുക്കുകയും ടെസ്റ്റ് ചെയ്ത് പുതിയതിനെ ആഗിരണം ചെയ്യുകയും മുൻവിധികളില്ലാതെ പഴയതിനെ തള്ളുകയും ചെയ്യുന്നു. ഇത് പരിപൂർണമായിട്ടും സത്യമാണ് അല്ലെങ്കിൽ പരിപൂർണ ശരിയാണ് എന്ന് ശാസ്ത്രം അഥവാ സയൻസ് ഒരിക്കലും അവകാശപ്പെടാറില്ല. കാരണം ശാസ്ത്രം സത്യത്തിൽ നിന്നും കൂടുതൽ വലിയ സത്യത്തിലേക്കും അതിലും വലിയ സത്യത്തിലേക്കും പുരോഗമിച്ചു കൊണ്ടേയിരിക്കും. സ്വയം തിരുത്തിയും സ്വയം വളർന്നും അത് ആത്യന്തിക സത്യത്തെ അല്ലെങ്കിൽ കൂടുതൽ വലിയ സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും. മെഡിക്കൽ സയൻസിൽ ഞങ്ങൾക്ക് തെറ്റിയാൽ ഞങ്ങൾ അവിടെ നിർത്തും. ആ കാര്യം ജനങ്ങളെ അറിയിക്കും. പിന്നീട് അതിനേക്കാൾ നല്ല സത്യത്തെ അല്ലെങ്കിൽ നല്ല ചികിത്സയെ, നല്ല ഔഷധത്തെ കണ്ടെത്തും. മരുന്നുകൾ നിരന്തരമായി പുതുക്കപ്പെടുകയും ഏറ്റവും പുതിയത് കണ്ടെത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും പോക്കറ്റിൽ സ്മാർട്ട് ഫോൺ കാണും. കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് നോക്കിയയുടെ കുത്തുന്ന ഫോണായിരുന്നു, അതിനു മുമ്പ് കറക്കി കുത്തുന്ന ഫോണായിരുന്നു, അതിനു മുമ്പ് അഞ്ചലോട്ടക്കാരനും തപ്പാലും ടെലിഗ്രാമും ടെലിഫോണും എല്ലാമായിരുന്നു. ഈ വിശ്വാസങ്ങൾ അത് തുടങ്ങിയ കാലത്ത് സന്ദേശം അയച്ചിരുന്നത് പ്രാവിൻ്റെ മേലെയോ അല്ലെങ്കിൽ മേഘസന്ദേശം പോലെ ഭാവനാസൃഷ്ടമായിട്ടോ എല്ലാമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസിൻ്റെ പക്കൽ സ്മാർട്ട് ഫോണുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു 15-25 വർഷം മുമ്പ് അത് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാറില്ല. കാരണം ശാസ്ത്രം അതാണ് സയൻസ്. എന്നാൽ വിശ്വാസങ്ങളാവട്ടെ അത് പിറവിയെടുത്ത ആ കാലഘട്ടത്തിൽ തന്നെ ഘനീഭവിച്ച് നിൽക്കുന്നതാണ്. ഇവിടെയാണ് ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്. കപട ചികിത്സകൾ അവർക്ക് തെറ്റുപറ്റിയാൽ കുറ്റം രോഗിയുടേതാണ്, അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയിലെ പിഴവ് മൂലമാണ്, രോഗിയുടെ ആഹാരത്തിലെ പിഴവ് മൂലമാണ്, അല്ലെങ്കിൽ രോഗിയുടെ അരി ഒടുങ്ങി അയാളുടെ പ്രാണക്ഷയം സാധിച്ചു എന്നാണ് അവർ സ്വയം സമാധാനിപ്പിക്കുകയും രോഗികളെയും ബന്ധുക്കളെയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത്. വൈദ്യശാസ്ത്ര ചരിത്രത്തിൻ്റെ കാര്യമെടുത്താൽ ചരിത്രത്തിന് അതീതമായി തന്നെ, ചരിത്രാതീത കാലം മുമ്പ് തന്നെ മനുഷ്യൻ ചികിത്സ തുടങ്ങിയിരുന്നു എന്നതിൻ്റെ തെളിവുകളുണ്ട്. കാരണം ഒരു 50,000 മുതൽ 12,000 കൊല്ലങ്ങൾക്ക് വർഷം മുമ്പ് വരെ മനുഷ്യവാസം സംഭവിച്ചിരുന്ന, മനുഷ്യൻ്റെ ഗുഹാമനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകളിൽ നിന്നും ചില പച്ചമരുന്നുകളുടെയും അതുപോലെ മറ്റു ചില ചികിത്സകളുടെയും തെളിവുകൾ, ചരിത്ര ശേഷിപ്പുകൾ, പുരാവസ്തു ശേഖരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു യാരോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഗുഹാമനുഷ്യൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന സസ്യമാണ്. ഇതുപോലുള്ള ചെടികൾ ഈ 50,000-10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഇത്തരം സസ്യങ്ങളും സസ്യഭാഗങ്ങളുമെല്ലാം ഇന്നും മനുഷ്യൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. അത്ഭുതാവഹം മാത്രമല്ല, അതൊരു മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന ദുരന്തം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം ശാസ്ത്രം എത്ര ഗതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചാലും മനുഷ്യൻ്റെ ആ വിശ്വാസം അത് അവൻ്റെ ആ പൂർവിക ആ പ്രിമിറ്റീവ് അവസ്ഥയിൽ അവനെ കെട്ടിയിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പഴയ കാലത്തെ ഈ വിശ്വാസ ചികിത്സകൾ പലപ്പോഴും ചെയ്തിരുന്നത് മതപുരോഹിതരോ മന്ത്രവാദികളോ ആയിരുന്നു. അത്തരം ചികിത്സിക്കുന്ന വൈദ്യന്മാരായ മന്ത്രവാദികളെ
ഷാമനുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രോഗം, വിശ്വാസ ചികിത്സകളുടെ അടിസ്ഥാനം ആയ രോഗകാരണം ദൈവകോപം, അല്ലെങ്കിൽ സർപ്പകോപം, അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചുബാധ എന്നെല്ലാമുള്ള സങ്കല്പങ്ങളായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഷാമൻ എന്ന മന്ത്രവാദി ചികിത്സകൻ ഒരു കുട്ടിയെ ബാധിച്ചിരിക്കുന്ന രോഗകാരണമായ ഭൂതത്തെ പുറത്താക്കുന്നതിനുള്ള ആവാഹന പ്രക്രിയ ചെയ്യുന്ന അതിൻ്റെ ഒരു ചിത്രമാണ്. വൈദ്യശാസ്ത്ര ചരിത്രം എന്നത് മാനവ സംസ്കാരത്തിൻ്റെ ചരിത്രം തന്നെയാണ് എന്ന് പറഞ്ഞത് ഹെൻറി സീജറി എന്ന വൈദ്യശാസ്ത്ര ചരിത്രകാരനാണ്. വൈദ്യശാസ്ത്ര ചരിത്രം രേഖപ്പെടുത്ത ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ BC 3500 മുതൽ AD 500 വരെ കാലത്ത് നീണ്ടു നിൽക്കുന്ന അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് മെഡിസിൻ അഥവാ പ്രാചീന വൈദ്യം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ പ്രിമിറ്റീവ് വൈദ്യങ്ങളും സർവ പ്രാചീന സംസ്കാരങ്ങളും ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ നദീതട സംസ്കാരങ്ങളിലും അവരുടേതായ ചികിത്സാ രീതികൾക്ക് രൂപം കൊടുത്തിരുന്നു. എന്നാൽ ഈ ചികിത്സാ രീതികളെല്ലാം തമ്മിൽ സമാനമായ അന്തർധാരകളുണ്ട്. കാരണം എല്ലാ ചികിത്സാ രീതികളും രോഗകാരണം ദൈവത്തിൻ്റെ കോപമായിട്ടോ അല്ലെങ്കിൽ ശാപമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ മൂലമോ അല്ലെങ്കിൽ മനുഷ്യപ്രകൃതിയിലുണ്ടാവുന്ന ആ പ്രഭാവത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാവുന്ന ദ്രവങ്ങളുടെ ചില സാങ്കല്പിക ദ്രവങ്ങളുടെ ബാലൻസിലുണ്ടാവുന്ന തകരാറ് മൂലമോ ആണ് എന്നാണ് സങ്കല്പനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായ പലതരം ചികിത്സാ രീതികൾക്കും രൂപം കൊടുത്തു. 3500 BC നിലനിന്നിരുന്ന മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ചികിത്സയാണ് മെസപ്പൊട്ടേമിയൻ വൈദ്യം. അവർ ചികിത്സകരായിട്ട് മതപുരോഹിതർ തന്നെയായിരുന്നു വൈദ്യന്മാരായി ഉണ്ടായിരുന്നത്. അസു, ബാരു, അഷിപ്പു തുടങ്ങിയ പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവരും മത അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ബാധ ഒഴിപ്പിക്കൽ പോലുള്ള കർമ്മങ്ങളോ അതുപോലെ ചില ഹെർബുകൾ, ചില പച്ച സസ്യങ്ങളുടെ നീരുകൾ, വേരുകൾ മുതലായവയൊക്കെ ആയിരുന്നു ഔഷധമായി രോഗികൾക്ക് നൽകിയിരുന്നത്. സുമേരിയൻ സംസ്കാരത്തിൻ്റെ ചികിത്സാ രീതിയാണ് 3000 BC അതിന് തുടക്കം കുറിച്ചത്. അതുപോലെ ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ബാബിലോണിയൻ വൈദ്യം നിലനിന്നു. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ബാബിലോണിയൻ ഡയഗ്നോസ്റ്റിക് ഹാൻഡ് ബുക്ക് എന്നൊരു പുസ്തകത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ രേഖകൾ, അതിൻ്റെ ചരിത്രശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ വൈദ്യം ആണ് ഈജിപ്ഷ്യൻ വൈദ്യം. അത് വളരെയേറെ കാലം നിലനിന്ന ഒരു ചികിത്സാ രീതിയാണ്. 3150 മുതൽ 585 BC വരെ ഈ ചികിത്സാ രീതി നിലനിന്നിരുന്നു. കാരണം 550 AD അലക്സാണ്ടർ ഈജിപ്തിനെ കീഴ്പ്പെടുത്തുന്നതുവരെ ഈജിപ്ഷ്യൻ വൈദ്യം അവിടെ നിലനിന്നിരുന്നു. പിന്നീട് ആ വൈദ്യ ചികിത്സാ രീതിയും അവരുടെ സംസ്കാരവും അസ്തമിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ചില ചികിത്സാ രേഖകൾ കാഹുൻ ഗൈനക്കോളജിക്കൽ പാപ്പിറസ്, എബേഴ്സ് പാപ്പിറസ്, ഗ്രീക്ക് മാജിക്കൽ പാപ്പിറസ് തുടങ്ങിയ ചികിത്സാ രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യ ചികിത്സാ രീതിയാണ് ചൈനീസ് വൈദ്യം അഥവാ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഈ ടാവോയിസ്റ്റ് ഫിസീഷ്യൻസാണ് ഈ ചികിത്സ നടത്തിയിരുന്നത്. സൗ ഡൈനാസ്റ്റിയുടെ രാജവംശത്തിൻ്റെ കീഴിലാണ് ഈ ചികിത്സാ രീതി ചൈനയിൽ വ്യാപകമായത്. ഏകദേശം 3000 BC ഈ ചികിത്സാ രീതി ചൈനയിൽ പ്രചാരം സംഭവിക്കുന്നത്. അവരുടെ സങ്കല്പമനുസരിച്ച് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു യിൻ എന്ന ഒരു നെഗറ്റീവ് സ്ത്രീ മൂലതത്വം അതുപോലെ നെഗറ്റീവ് സ്ത്രീ പ്രഭാവവും പോസിറ്റീവ് പുരുഷ പ്രഭാവവും യാങ് എന്ന് പറയുന്ന പോസിറ്റീവ് പുരുഷ പ്രഭാവവും തമ്മിലുള്ള ബാലൻസാണ് ആരോഗ്യം എന്നാണ് അവർ സങ്കല്പനം ചെയ്തിരുന്നത്.
ഈ ബാലൻസിലുണ്ടാവുന്ന വ്യതിയാനമാണ്, തകരാറുകളാണ് രോഗമായിട്ട് മാറുന്നത് എന്നാണ് ചൈനീസ് വൈദ്യത്തിൻ്റെ അടിസ്ഥാന തത്വം. അവരും ഹെർബുകളും അതുപോലെ അക്യൂപങ്ക്ചർ എന്ന ചികിത്സാ രീതി ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഭാഗമായി രൂപം കൊടുത്തിട്ടുള്ളതാണ്. അക്യൂപങ്ക്ചർ, അതുപോലെ ഹൈഡ്രോതെറാപ്പി, അതുപോലുള്ള ചില സസ്യഭാഗങ്ങൾക്കൊപ്പം തന്നെ പല മൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ, പല്ലും നഖവും എല്ലുമെല്ലാം ഔഷധമായി ചൈനീസ് വൈദ്യം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പല മിനറലുകളും ഹെവി മെറ്റലുകളുമെല്ലാം ചൈനീസ് വൈദ്യത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ പരിണതിയാണ് ഈ ചൈനീസ് വിശ്വാസത്തിൻ്റെയും അവരുടെ ഭക്ഷണശീലത്തിൻ്റെയും പരിണതിയായിട്ടാണ് ആധുനിക മനുഷ്യൻ പോലും പല മൃഗജന്യ രോഗങ്ങൾക്കും വിധേയരാകുന്നത്. നമുക്കറിയാം, നിപ്പയും സാർസും കോവിഡുമെല്ലാം ഉടലെടുത്തത് ചൈനീസ് സംസ്കാരത്തിൻ്റെ, അവരുടെ ഭക്ഷണ രീതിയുടെയും അവരുടെ ചികിത്സാ രീതിയുടെയും ഭാഗമാണ് ആയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ്. പല ഹെവി മെറ്റലുകളും ടോക്സിക് മിനറലുകളെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെ ഇഞ്ചിഞ്ചായിട്ട് തകർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതോടൊപ്പം തന്നെ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ്റെ മറ്റൊരു അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ളത്, കാരണം ഈ സൂണോസിസ്, മൃഗജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ എൻഡേഞ്ചർമെൻറ്റ്, വന്യമൃഗങ്ങളെ വംശനാശത്തിന് പോലും ഈ വൈദ്യം വംശനാശത്തിലേക്ക്, പല മൃഗങ്ങളുടെയും വംശനാശത്തിലേക്ക് ചൈനീസ് വൈദ്യം നയിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പോച്ചേഴ്സ്, വന്യമൃഗങ്ങളെ വേട്ടയാടുന്നവരെല്ലാം പുലിനഖവും പല്ലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ കൊമ്പ്, കൃഷ്ണമൃഗത്തിൻ്റെ എല്ലാം കൊമ്പുകളെല്ലാം കയറ്റിക്കൊണ്ടുപോയി മൃഗക്കടത്തും മനുഷ്യക്കടത്തും എല്ലാം നടത്തിയിട്ടുള്ള ചൈനയിലേക്ക് അതിർത്തികൾ കടത്തിക്കൊണ്ടുപോകുന്നത് ചൈനീസ് വൈദ്യത്തിൻ്റെ വഴിക്കാണ്, അതിൻ്റെ ആവശ്യങ്ങൾക്കാണ്. അത് പല മൃഗങ്ങളുടെയും വംശനാശത്തിന് പോലും ഇടയാക്കിയിട്ടുണ്ട്. ഇതിന് സമാനമായ ചികിത്സാ രീതികൾ നമ്മുടെ സ്വന്തം മാർഷഭാരത ചികിത്സയായ ആയുർവേദത്തിലുമുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പിന്നീട് 2007 നേച്ചർ എന്ന ശാസ്ത്രമാസിക വളരെ വിശദമായി തന്നെ ചൈനീസ് മെഡിസിനെ വ്യാപകമായി പഠിക്കുകയുണ്ടായി. അതിനുശേഷം ചൈനീസ് വൈദ്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ളതോ ഫലപ്രദമായിട്ടുള്ളതോ ഒന്നും തന്നെ ഇല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, അതിനുശേഷം 2008 സയൻറ്റിഫിക് റിവ്യൂ നടത്തുകയും ആ റിവ്യൂവിലും ഇതേ സത്യം തന്നെ ആവർത്തിക്കുകയും ചെയ്തു. 800 BC ആരംഭിച്ച മറ്റൊരു പ്രമുഖ ചികിത്സാ രീതിയാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രാചീന ഗ്രീക്ക് വൈദ്യം. ഈ ഗ്രീക്ക് വൈദ്യത്തിൻ്റെ ഒരു വിഖ്യാത വൈദ്യനാണ്, അല്ലെങ്കിൽ ചികിത്സകനാണ് നമുക്കറിയാവുന്ന ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, അദ്ദേഹം രോഗകാരണങ്ങളെയും ചികിത്സയെയും മതവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും വേർപ്പെടുത്തി അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്, ഭൗതികമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന ഒരു സങ്കല്പനത്തിലേക്ക്, ഒരു യുക്തിപരമായ സങ്കല്പനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് ആധുനിക വൈദ്യലോകം അല്ലെങ്കിൽ ആധുനിക ലോകം അംഗീകരിക്കുന്നത്. ഈ ഗ്രീക്ക് മെഡിസിനും വളരെ സമാനമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സയായ ആര്യവൈദ്യത്തിന് സമാനമായ അടിസ്ഥാന തത്വങ്ങളാണ് ഗ്രീക്ക് വൈദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഹ്യൂമറിസം, അതായത് നമ്മുടെ ത്രിദോഷ സിദ്ധാന്തത്തിന് സമാനമായിട്ടുള്ള സങ്കല്പനമാണത്. 4 ത്രിദോഷത്തിൽ, നമ്മുടെ ആയുർവേദത്തിൽ 3 ദോഷങ്ങളാണെങ്കിൽ അഥവാ 3 ഹ്യൂമറുകളാണെങ്കിൽ ഗ്രീക്ക് വൈദ്യം 4 ഹ്യൂമറുകളാണ് മുന്നോട്ട് വച്ചിരുന്നത്. രക്തം, കഫം, മഞ്ഞപിത്തം, കറുപ്പ് പിത്തം. ഈ 4 ദ്രവങ്ങളുടെയും ബാലൻസിലുണ്ടാവുന്ന തകരാറാണ് സർവ രോഗങ്ങൾക്കും കാരണമെന്നും ഈ ദ്രവങ്ങളെ, ഈ ശരീരദ്രവങ്ങളെ സന്തുലന അവസ്ഥയിലാക്കിയാൽ നമുക്ക് ചികിത്സിച്ച് രോഗം ഭേദമാക്കാമെന്നും അവർ സിദ്ധാന്തിച്ചു. അങ്ങനെ ഇതിലെ മറ്റൊരു പ്രമുഖ വൈദ്യൻ ഗാലൻ ഓഫ് പെർഗമോണാണ്. അദ്ദേഹം ഗ്രീക്ക് വൈദ്യത്തിൻ്റെ രോഗകാരണങ്ങളെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും
500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്താഗതി, ഗ്രീക്ക് വൈദ്യത്തിൻ്റെ ആ തത്വചിന്തകൾ, പ്രാചീന വിശ്വാസങ്ങൾ ആധുനിക പാശ്ചാത്യ ലോകത്തെ 19-ാം നൂറ്റാണ്ട് വരെ സ്വാധീനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ 19-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ വൈദ്യം എന്നത് ഗ്രീക്ക് വൈദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാലൻ ഓഫ് പെർഗമോണെ വൈദ്യശാസ്ത്രത്തിലെ ഏകാധിപതി, മെഡിക്കൽ ഡിക്റ്റേറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അറബികൾ ഗ്രീക്ക് വൈദ്യം പഠിച്ച് അറേബ്യൻ കച്ചവടക്കാരെല്ലാം ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഗ്രീക്ക് വൈദ്യം പഠിച്ച് ഇന്ത്യയിൽ വ്യാപിപ്പിച്ചതാണ് യൂനാനി എന്ന ചികിത്സാരീതി. ആ ഗ്രീക്ക് വൈദ്യവും ആയുർവേദവും അതുപോലുള്ള ചില അറേബ്യൻ ചികിത്സകളും എല്ലാം കൂടി ചേർന്ന ഒരു ചികിത്സാരീതിയാണ് യൂനാനി. അടിസ്ഥാനപരമായി ഗ്രീക്ക് വൈദ്യമായി യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഇവിടെയുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികൾ യൂനാനിയെ മതപരമായ കാരണങ്ങളാൽ അതിന് പ്രാമുഖ്യം കൊടുക്കുകയും അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ന് ഏറെ ആഘോഷിക്കുന്ന, മാറിയ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിൽ ഏറെ ആഘോഷിക്കുന്ന ചികിത്സാരീതിയാണ് ഭാരതീയ പാരമ്പര്യ ചികിത്സ അഥവാ ആയുർവേദം അഥവാ ആര്യവൈദ്യം. 1200 മുതൽ 300 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പിറവി. ആയുർവേദത്തിൻ്റെ യഥാർത്ഥ വേരുകൾ വേദങ്ങളിലാണ്. അതായത് പ്രധാനമായി യജുർവേദത്തിലാണ്. യജുർവേദം രോഗചികിത്സകൾക്കും ചൂതാട്ട വിജയത്തിനും കച്ചവട വിജയത്തിനും സ്ത്രീകളെ ആകർഷിക്കുന്നതിനുമെല്ലാമുള്ള മന്ത്രതന്ത്ര വിധികളും മന്ത്രോച്ചാരണങ്ങളും അതുപോലെ ചികിത്സയുടെ ഭാഗമായി ചില പച്ചിലകളും ചെടികളുടെ ഭാഗങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ 600 BC ചരകനും ശുശ്രുതനും വാഗ്ഭടനും ഈ ആയുർവേദത്തിൻ്റെ ചികിത്സാരീതികളെ ക്രോഡീകരിച്ച് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ചരക സംഹിതയ്ക്കും ശുശ്രുത സംഹിതയ്ക്കും വാഗ്ഭടൻ ഏകോപിപ്പിച്ച അഷ്ടാംഗ ഹൃദയത്തിനും രൂപം കൊടുക്കുകയുണ്ടായി. വാഗ്ഭടൻ യഥാർത്ഥത്തിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ബുദ്ധ ഭിക്ഷു ആയിരുന്നു. അങ്ങനെ ബുദ്ധമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും സ്വാധീനം ഒരുപോലെ ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഭാരതീയ പാരമ്പര്യ ചികിത്സയായിട്ടുള്ള ആര്യവൈദ്യം. അതിൻ്റെ അടിസ്ഥാനം ത്രിദോഷ സിദ്ധാന്തമാണ്. വാദം, പിത്തം, കഫം തുടങ്ങിയവ തമ്മിലുള്ള അസന്തുലനമാണ് രോഗകാരണമെന്നും അതിനെ സന്തുലനമാക്കിയാൽ രോഗം ഭേദപ്പെടുമെന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. സർവേഷ മേവ രോഗാണാം നിദാനം കുപിതാമല, സർവ്വരോഗങ്ങൾക്കും കാരണം ത്രിദോഷകോപമാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. ബാക്കി ഒരു കാരണമില്ല. വളരെ സിമ്പിളാണ് ആയുർവേദത്തിൽ രോഗകാരണങ്ങൾ. അതിൻ്റെ ചികിത്സയും വളരെ സിമ്പിളാണ്. എന്നാൽ ആയുർവേദം യഥാർത്ഥത്തിൽ ആര്യന്മാരുടെ ചികിത്സയാണ്, ദേവന്മാരുടെ ചികിത്സയാണ്. ദേവേന്ദ്രൻ ആത്രയാദികളെ പഠിപ്പിച്ച ദൈവീക ചികിത്സയാണ്. അത് സവർണൻ്റെ ചികിത്സയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ അവിടെ ദ്രാവിഡ സംസ്കാരമാണ്. അപ്പോൾ ദ്രാവിഡൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന ചികിത്സാരീതിയാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ സങ്കല്പനം, അടിസ്ഥാന സങ്കല്പനങ്ങൾ ആയുർവേദത്തിന് സമാനമാണ്. പഞ്ചഭൂത പ്രപഞ്ച സങ്കല്പവും ത്രിദോഷ രോഗസങ്കല്പനവും തന്നെയാണ് സിദ്ധവൈദ്യത്തിൻ്റെയും അടിസ്ഥാനം. അതിൽ സിദ്ധവൈദ്യത്തിൽ കൂടുതൽ ഹെർബുകളും മിനറലുകളും ഹെവി മെറ്റൽസും കൂടുതലുണ്ട് എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചികിത്സയ്ക്കും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും യോഗ പോലുള്ള അനുഷ്ഠാനങ്ങളും കൂടെ സിദ്ധവൈദ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രാചീന ചികിത്സാ രീതിയാണ് ഇസ്ലാമിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഉമ്മർ ഖലീഫയുടെ കാലഘട്ടത്തിലാണ് അറേബ്യയിൽ ഇസ്ലാമിക് ചികിത്സ വളർന്നു പന്തലിക്കുന്നത്. ഇന്ത്യ, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ, ബൈസാൻറ്റിൻ മെഡിസിൻസിൻ്റെ എല്ലാം സങ്കലനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിലെ പ്രധാന ചികിത്സകൻ അവിസന്നയാണ്. അദ്ദേഹം 40 പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി. പിന്നീട് അൽരാസി അതിൽ കുറച്ച് യുക്തിപരമായ പുരോഗമനം കൊണ്ടുവന്നു. അദ്ദേഹം ഹ്യൂമറിസത്തെ വിമർശിക്കുകയുണ്ടായി. എങ്കിലും ഈ ചികിത്സാ രീതികളെല്ലാം വൈദ്യന്മാർ ആയിരുന്നത് പുരോഹിതരാണ്, മതപുരോഹിതർ തന്നെയാണ്, അല്ലെങ്കിൽ മന്ത്രവാദികളായിരുന്നു. ഹോമിയോപ്പതി അതിന് ശേഷമുണ്ടായിട്ടുള്ള
18-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1796 സാമുവൽ ഹാനിമാൻ എന്നൊരു പാശ്ചാത്യ വൈദ്യൻ, അതായത് പഴയ പ്രാചീന ഗ്രീക്ക് വൈദ്യൻ, അദ്ദേഹത്തിന് തോന്നിയ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവിയെടുത്ത ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അദ്ദേഹം ഓർഗനൻ ഓഫ് മെഡിസിൻ എന്ന പാശ്ചാത്യ ചികിത്സാ പുസ്തകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ, അതിൽ മലമ്പനിക്ക് സിങ്കോണ എന്ന മരുന്ന് അന്ന് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നാണ് ക്വിനിൻ എന്ന ആധുനിക മലമ്പനി മരുന്ന് ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ഈ മരുന്നുകളെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചും എല്ലാം തർജ്ജമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സിങ്കോണ വായിലിടുകയും അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളായി അദ്ദേഹത്തിന് വിറയലും അതുപോലെ പനി പോലുള്ള അവസ്ഥകളുമെല്ലാം ഉണ്ടാകുകയും ചെയ്തു. അതിൽ നിന്നും അദ്ദേഹത്തിന് തോന്നിയ ഒരു വെളിപാടാണ്, ഒരു രോഗത്തിൻ്റെ ചികിത്സയായിട്ടുള്ള പദാർത്ഥം രോഗമില്ലാത്ത അഥവാ ആരോഗ്യമുള്ളൊരു വ്യക്തി സേവിക്കുകയാണെങ്കിൽ ആ രോഗത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നു എങ്കിൽ ആ രോഗത്തിൻ്റെ ചികിത്സ ആ പദാർത്ഥമാണ്. അതിൽ നിന്നാണ് സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ, അഥവാ ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക്, സമാനത്തിന് ചികിത്സ എന്ന സിദ്ധാന്തം അദ്ദേഹം വന്ന്. അപ്പോൾ അത് പല രോഗങ്ങളും ഇതുപോലുള്ള പല വിഷപദാർത്ഥങ്ങളും ആവർത്തിച്ച് കഴിച്ചപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ അദ്ദേഹത്തിൽ ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ഡൈല്യൂഷൻ ഇൻക്രീസസ് പൊട്ടൻസി എന്ന മറ്റൊരു തത്വം. ഇത് രണ്ടുമാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം. ആ ഡൈല്യൂഷൻ, ഇതിൻ്റെ പലതരം ആവർത്തനങ്ങൾ നടത്തി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ മെമ്മറിയും മോളിക്കുലർ മെമ്മറിയും മോളിക്കുലർ മിമിക്രി എന്ന പ്രഭാവങ്ങളെല്ലാം അദ്ദേഹം ഭാവന ചെയ്ത് ഇതുകൊണ്ട് ആ രോഗം ഭേദമാവും, എത്ര നേർപ്പിക്കുന്നുവോ അത്രയേറെ ഇതിൻ്റെ ശക്തി കൂടും എന്നൊരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്കോ ഇന്നുള്ള രസതന്ത്രത്തിനോ മറ്റെല്ലാ ശാസ്ത്രബോധത്തിനും നിരക്കാത്ത തനി മണ്ടത്തരമാണെന്ന് പറയാൻ നമുക്ക് സാമാന്യ ബുദ്ധി മാത്രം മതി. ഇതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം. അദ്ദേഹം ഹോമിയോപ്പതി അല്ലാത്ത പ്രാചീന ഗ്രീക്ക് വൈദ്യത്തിനും പ്രാചീന പാശ്ചാത്യ വൈദ്യത്തിനും അദ്ദേഹം ഇട്ട പേരാണ് അലോപ്പതി എന്നത്. അത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു തെറ്റാണ്. കാരണം അലോപ്പതി എന്ന് പറഞ്ഞാൽ അതേഴ്സ് സഫറിങ്സ് എന്നാണ്. അദ്ദേഹം കാരണം പാശ്ചാത്യ ഗ്രീക്ക് വൈദ്യം ഉപയോഗിച്ചപ്പോൾ പല രോഗികളും ചത്തൊടുങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം രക്തമോക്ഷമാണ് ആയുർവേദത്തിലെ ചികിത്സ പോലെ തന്നെ രക്തം കളയലാണ് പല രോഗങ്ങൾക്കും ചികിത്സയായിട്ട് പ്രാചീന ഗ്രീക്ക് വൈദ്യം മുന്നോട്ട് വെച്ചിരുന്നത്. നമ്മുടെ അമേരിക്കൻ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടനെ ഈ ഗ്രീക്ക് വൈദ്യം മൂലം, രക്തമോക്ഷം മൂലമാണ് അദ്ദേഹത്തെ കൊന്നൊടുക്കിയിട്ടുള്ളത്. പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതി സ്വയം സുഖപ്പെടുത്തലിനെ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അടിസ്ഥാനം ഇതിൻ്റെ വൈറ്റലിസമാണ്. ഫോക്ക് മെഡിസിനും മോഡേൺ മെഡിസിനും സർജറിയും വാക്സിൻ വിരുദ്ധതയും അതുപോലൊപ്പമുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാനം. അതിന് അക്രഡിറ്റേഷൻ ഇല്ല, സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ഇല്ല. അതിൻ്റെ വേരുകൾ 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ നാച്ചുറൽ കെയർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നാച്ചുറോപ്പതി എന്ന വാക്ക് ജോൺ ഷീൽ എന്ന ഒരു വ്യക്തിയാണ് അത് കോയിൻ ചെയ്തത്. ആ പേര് ബെനഡിക്ട് ലെസ്റ്റ് എന്ന ഒരു അമേരിക്കൻ ചികിത്സകൻ ആ പേരിനെ വിലയ്ക്ക് വാങ്ങുകയും അദ്ദേഹം ഹൈഡ്രോതെറാപ്പി, സെബാസ്റ്റ്യൻ നീപ്പ് എന്ന ഒരു പാതിരിയുടെ ഹൈഡ്രോതെറാപ്പിയുടെ സ്റ്റുഡൻ്റായിരുന്നു. ഇദ്ദേഹമാണ് അമേരിക്കയിൽ നാച്ചുറോപ്പതിക്ക് അതിനുള്ള പ്രചരണം നൽകിയിട്ടുള്ളത്. ഇത് പലപ്പോഴും എല്ലാ കപട ചികിത്സകളെയും ഒരു അംബ്രല ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരേ കുടക്കഴിയിൽ എല്ലാ കപടശാസ്ത്രങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ചികിത്സാ രീതിയായിട്ടാണ് പല രേഖകളിലും നാച്ചുറോപ്പതിയെ അവർ രേഖപ്പെടുത്തുന്നത്. യോഗ പോലുള്ള നല്ല ശീലങ്ങൾ ചെയ്യണം, ജലചികിത്സ, സൂര്യചികിത്സ, മണ്ണ് ചികിത്സ, ആവി ചികിത്സ, ഉപവാസം, വ്യായാമം, മെഡിറ്റേഷൻ, ഇതെല്ലാമാണ് ചികിത്സാ രീതികളായിട്ടുള്ളത്. അതുപോലെ പഞ്ചബോധ ഉപാസനയാണ് പ്രകൃതി ചികിത്സയുടെ മറ്റൊരു പ്രധാന ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഒരു ബയോ എനർജി, ആ എനർജിയുടെ തകരാറ് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മതാചാരങ്ങളെയും ഉപവാസങ്ങൾ പോലുള്ള മതാചാരങ്ങളെയും മതാനുഷ്ഠാനങ്ങളെയും എല്ലാം ചികിത്സയുടെ ഭാഗമായി സമയം അവസാനിച്ചിരിക്കുന്നു. ഡോക്ടർ കെ പി മോഹൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, സമയം അതിക്രമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, നന്ദി.
എവിടെ എപ്പോഴെല്ലാം ആരോഗ്യകരമായ സംവാദങ്ങൾ സാധ്യമാകുമോ അത് കഴിയുന്നതും നടക്കേണ്ടതുണ്ട്. സത്യം കണ്ടെത്തുക, കൂടുതൽ ശരികളിലേക്ക് വരിക എന്നതാണ് ഈ സംവാദം കൊണ്ട് നടക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കരിയറിന് വേണ്ടി പ്രകൃതി ചികിത്സയിലേക്ക് എത്തിയ ഒരാളല്ല. ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിലൂടെ 1980 മുന്നോട്ട് വരുമ്പോൾ ഞാനും പ്രകൃതി ചികിത്സയിൽ വിശ്വസിച്ചിരുന്നില്ല. ആധുനിക ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ണുകുത്തലൊക്കെ ആയിട്ട് നടക്കുന്ന അപരിഷ്കൃതമാണ് എന്ന് തന്നെ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ നിരന്തരമായ പഠനങ്ങളിൽ, നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ അതാണ് എന്നെ പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റുകളുണ്ട് എന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അവതാരകനായ ഡോക്ടർ KP മോഹനൻ അദ്ദേഹമോ എന്നെ ബോധ്യപ്പെടുത്തി തരുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയും. എനിക്ക് സന്തോഷമുണ്ടാകും. കാരണം കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അതെന്നെ തടയും, എന്നെ രക്ഷിക്കും എന്നെനിക്കറിയാം. എനിക്ക് പ്രകൃതി ചികിത്സയെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ചികിത്സകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എന്ന് മാത്രമല്ല, മറ്റ് ചികിത്സകളെയും ഞാൻ എതിർക്കുന്ന ഒരാളാണ്. കച്ചവട മനോഭാവത്തെ, കുത്തകയെ എതിർക്കുന്നത് കൊണ്ട് എൻ്റെ എതിർപ്പ് കൂടുതലായി അലോപ്പതിയുടെ നേരെ വരുന്നു. അലോപ്പതി എന്ന പദം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഈ ചികിത്സയ്ക്ക് ഔദ്യോഗികമായി തന്നെ ഉപയോഗിക്കുന്ന പേര് കൂടിയാണ്. പ്രകൃതി ചികിത്സയും അലോപ്പതിയും ഞാൻ ഇന്ന് നടത്തുന്ന പ്രസംഗങ്ങളുടെ കോപ്പി നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. സമയം വളരെ കുറവുള്ളതെന്നുള്ളതുകൊണ്ട് പെൻഡ്രൈവും മെഡിക്കൽ ടെക്സ്റ്റുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനീ പറയുന്നതിൻ്റെ ആധികാരികത നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും എന്നോട് ചോദിക്കാവുന്നതാണ്. എല്ലാ മാസവും 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ കേരളത്തിലെ ഓരോ ജില്ലയിലും സഞ്ചരിച്ച് ക്ലാസ്സുകളെടുത്ത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പുതിയ ചോദ്യങ്ങൾ എപ്പോഴും എനിക്കിഷ്ടമാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഇത് വായിക്കുന്നതിന് മുമ്പ് പറയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രകൃതി ചികിത്സയിൽ മെഡിക്കൽ സയൻസിനെതിരായ ഒന്നുമില്ല. ശാസ്ത്രത്തിനെതിരായ എന്തെങ്കിലും ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രതിപാദിക്കുന്ന കാര്യങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കടുകിട അത് സമ്മതിക്കരുത്. മാത്രമല്ല, ശരിയേത് തെറ്റേതെന്നുള്ളത് മുൻവിധിയില്ലാതെ തീരുമാനത്തിലെത്തുകയും വേണം. അല്പമെങ്കിലും പരീക്ഷിച്ചു നോക്കാതെ വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തരുത്. അത് ശാസ്ത്രീയമായ രീതിയല്ല. നിരന്തരമായി പരീക്ഷിക്കുക, പരിശോധിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരീക്ഷിക്കുക. അതിൽ കൃത്യമായി വീണ്ടും വീണ്ടും വിജയം കിട്ടുകയാണെങ്കിലാണ് ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി. അതാണ്. അലോപ്പതി മരുന്നുകൾക്ക് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞു. അത് നിരോധിക്കുക അല്ലെങ്കിൽ മാറ്റുക അതെല്ലാം ആവശ്യമായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാനിത് പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ശരീരത്തിൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം ശരീരം തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പ്രകൃതി ചികിത്സ വിശ്വസിക്കുന്നു. സ്വയം ജനിച്ച്, സ്വയം വളർന്ന്, സ്വയം കേടുകൾ തീർത്ത്, സ്വയം മരിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനമാണ് മനുഷ്യ ശരീരം. രോഗമുണ്ടാക്കുന്നതും രോഗം മാറ്റുന്നതും ശരീരം തന്നെയാണ് എന്നതാണ് സിദ്ധാന്തം. രോഗം ശത്രുവല്ല, മിത്രമാണെന്നും പ്രകൃതി ചികിത്സ ഉദ്ഘോഷിക്കുന്നു. രോഗം ഒന്നേ ഒന്ന് മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ചികിത്സയും ഒന്നേ ഉള്ളൂ എന്നും അത് പ്രഖ്യാപിക്കുന്നു. അതാകട്ടെ ശരീരം സ്വയം ചെയ്യുന്നതുമാണ് എന്നും പ്രകൃതി ചികിത്സ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രകൃതി ചികിത്സകൻ രോഗിയിൽ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രോഗിയിൽ എന്താണ് പ്രകൃതി ചികിത്സകന് ചെയ്യാനുള്ളത് മാർഗനിർദ്ദേശം നൽകുക എന്നത് മാത്രമല്ലാതെ രോഗം മാറ്റിക്കൊടുക്കുന്ന മാജിക്കൽ റെമഡികൾ പ്രകൃതി ചികിത്സകൻ ഏറ്റെടുക്കുന്നില്ല. ആ മാജിക്കൽ റെമഡി എന്നുള്ളത് രോഗകാരണം നോക്കാതെ രോഗത്തിനൊരു പരിഹാരം ഇട്ടുകൊടുക്കുന്ന ഏത് ചികിത്സയിലെ ഏത് സാധനവും, ഔഷധമെന്ന് പറയുന്നത്, മരുന്ന് എന്ന് പറയുന്നത് മാജിക്കൽ റെമഡിയാണ് എന്നാണ് പ്രകൃതി ചികിത്സകൻ പറയുന്നത്. തലവേദനയുടെ കാരണം നോക്കാതെ ഒരു ബാം പുരട്ടിയാൽ മാറും, പച്ചമരുന്ന് പുരട്ടിയാൽ മാറും, ഒരു ഗുളിക കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊടുക്കുന്നത് ചതിയാണ്,
വഞ്ചനയാണ്, മെഡിക്കൽ ക്രൈമാണ്. അത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്. രോഗത്തിൻ്റെ കാരണം മാറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം. മറ്റെല്ലാം മാജിക്കൽ റെമഡികളാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് മന്ത്രവാദി ചെയ്യുന്നതും കെമിക്കലിട്ട് കൊടുത്ത് രോഗം മാറ്റി എന്ന് പറയുന്നതൊക്കെ മാജിക്കൽ റെമഡികൾ മാത്രമാണ്. തികച്ചും വ്യത്യസ്തമായ ഈ സമീപനം പ്രകൃതി ചികിത്സയെ അലോപ്പതിയിൽ നിന്ന് മാത്രമല്ല ഇതര ചികിത്സകളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാക്കുന്നുണ്ട്. ആരോഗ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനും രോഗകാരണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുമല്ലാതെ പലവിധ കാരണങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള രോഗത്തെ മരുന്ന് നൽകി മാറ്റിക്കൊടുക്കാൻ അലോപ്പതിക്കും മറ്റ് ചികിത്സാ പ്രയോഗങ്ങൾക്കും കഴിയില്ല. രോഗത്തെ ചികിത്സിക്കുന്ന എല്ലാ ചികിത്സകളും അശാസ്ത്രീയ ചികിത്സകളാണ്. താൽക്കാലികമായ സുഖം തോന്നൽ നൽകുമെങ്കിലും കാരണങ്ങൾ മാറ്റുന്നതിന് പകരം ലക്ഷണങ്ങളെ അടിച്ചമർത്തുന്നത് വഴി കൂടുതൽ ഗുരുതരമായ ആരോഗ്യ തകരാറുകളിലേക്കാണ് അത്തരം ചികിത്സകൾ രോഗികളെ തള്ളിയിടുന്നത്. ഏത് രോഗത്തെയും അനാരോഗ്യമായി കാണുന്നതാണ് പ്രകൃതി ചികിത്സയുടെ വീക്ഷണം. ആരോഗ്യവും അനാരോഗ്യവും ഈ രണ്ട് അവസ്ഥകളല്ലാതെ രോഗമെന്ന മൂന്നാമത്തെ അവസ്ഥയെ പ്രകൃതി ചികിത്സ തള്ളിക്കളയുന്നു. അങ്ങനെയൊന്നുമില്ല, അത് നിഴല് മാത്രമാണ്. അനാരോഗ്യം എന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ് രോഗമെന്ന പേരിൽ ഇതര ചികിത്സകളാൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അനാരോഗ്യത്തിലേക്ക് വീഴാതെ ആരോഗ്യം നിലനിർത്തുന്നതിന് ശരീരം നടത്തുന്ന പരിശ്രമങ്ങളെ മരുന്നുകൾ കൊണ്ടും രോഗകാരണങ്ങൾ തുടരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും തടയുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. രോഗങ്ങൾക്ക് വീണ്ടും മരുന്നുകളും രോഗകാരണ തുടർച്ചകളും ഉണ്ടാകുന്നതോടെയാണ് ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളും അവയവനാശവും ക്യാൻസറുമെല്ലാം ഉണ്ടാകുന്നത്. രോഗവുമായുള്ള യുദ്ധം എന്ന് തന്നെ പേരിട്ട് വിളിച്ച് നടത്തുന്ന ചികിത്സാ ആക്രമണങ്ങൾ പലതും യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ നടത്തുന്നവയാണ്. വിഷവാതകങ്ങളുടെയും വിഷദ്രാവകങ്ങളുടെയും അണുക്കളെ കൊല്ലാനുള്ള അണുബോംബുകളുടെയും, അതായത് ആൻറ്റിബയോട്ടിക്, റേഡിയേഷൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ യുദ്ധങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടവ തന്നെയാണ്. റോക്കറ്റ് എൻജിൻ ഓയിൽ ഉപയോഗിച്ച് സൈക്യാട്രിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്ന് എനിക്കറിയില്ല. 1948 എലിയെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട എലിവിഷമായ വാർഫാരിൻ പിന്നീട് രക്തം നേർപ്പിക്കാനുള്ള ദിവ്യൌഷധമായി പ്രയോഗിക്കപ്പെടുന്നതും ഇപ്പോൾ രണ്ട് വിധത്തിലും എലിവിഷമായിട്ടും മരുന്നായിട്ടും ഉപയോഗിക്കപ്പെടുന്നതും ഞെട്ടിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നതായി പറയപ്പെടുന്ന എല്ലാ രോഗങ്ങളുടെയും കാരണം അനാരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ രോഗമാണ് ഒരൊറ്റ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്നത്, അതാണ് അനാരോഗ്യം. അനാരോഗ്യമെന്ന ഏകരോഗത്തിന് കാരണം രണ്ടാണ്: വിഷസാന്നിധ്യവും പോഷകമില്ലായ്മയും, ടോക്സിസിറ്റി ആൻഡ് ഡെഫിഷ്യൻസി. ഇത് രണ്ടും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനാരോഗ്യം മാറുകയും ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. ശരീരം ആന്തരികമായി നടത്തുന്ന സ്വാഭാവികമായ ഈ ചികിത്സയാണ് പ്രകൃതി ചികിത്സ എന്ന പദത്തിലുള്ള ചികിത്സ. ഓട്ടോഫാജി എന്ന കോശസിദ്ധാന്തത്തിന്, ഇതിൻ്റെ ചുവട് നിൽക്കുന്ന സിദ്ധാന്തത്തിന് നൊബേൽ സമ്മാനം കിട്ടി എന്നുള്ളത് ഓർക്കുക, ജാപ്പനീസ് റിസർച്ചർ ഒസുമിക്ക്. ആരോഗ്യത്തിൻ്റെ 5 അടിത്തറകൾ: വായു, വെള്ളം, ഭൂമി, അഗ്നി, ആകാശം എന്നീ ഘടകങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മാണത്തിനും ആരോഗ്യകരമായ പരിപാലനത്തിനും ആവശ്യമായിട്ടുള്ളത്. ശരീരനിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളായ ഇവയുടെ ഗുണമേന്മയാണ് ശരീരമെന്ന ഉൽപ്പന്നത്തിൻ്റെ, ശരീരം ഒരു പ്രോഡക്റ്റാണ്, അതിന് റോ മെറ്റീരിയൽസ് വേണം. ഈ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് റോ മെറ്റീരിയലിൻ്റെ ഗുണമേന്മയാണ്. പ്രധാന പങ്ക് വഹിക്കുന്നത് ബീജ അണ്ഡ ആരോഗ്യവും ജീനുകളുടെ ആരോഗ്യവുമെല്ലാം അവയ്ക്ക് ആധാരമായ പ്രകൃതി മൂലകങ്ങളുടെ ഗുണമേന്മയുമായി തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്തരീക്ഷവായു മോശമായാൽ അടുത്ത തലമുറകൾ ജനിക്കുന്നത് തുടങ്ങി തന്നെ മോശമാകും, ഗർഭത്തിൽ തന്നെ മോശം സംഭവിക്കുമെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗങ്ങളെ കോശങ്ങളിൽ കാണണം, സെല്ലുലാർ ബേസിൽ കാണണം. അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്ന രോഗങ്ങളെ കോശങ്ങളുടെ പ്രവർത്തന വൈകല്യമായി കാണേണ്ടതും പരിഹരിക്കേണ്ടതുമുണ്ട്. കണ്ണിൽ കാണാനാവാത്ത ബീജകോശവും അണ്ഡകോശവുമാണ് 37.2 ട്രില്യനായി പെരുകിയുണ്ടാകുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ആദ്യ കിരണങ്ങൾ, ആദ്യ ചുവടുകൾ. 39 ട്രില്യൺ ബാക്ടീരിയകളാണ്
37.2 ട്രില്യൺ കോശങ്ങൾ ചേർന്ന മനുഷ്യ ശരീരത്തെ ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം അണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്, അവയെ കൊല്ലണം, ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ അപകടമാണ്, ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ബ്രിട്ടനിലെ ചികിത്സയും നമ്മുടെ നാട്ടിലെ ചികിത്സയും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നതിൽ ഒന്നതാണ്. മാറിക്കഴിഞ്ഞു. പഴയ അതൊക്കെ ചവറ്റുകൊട്ടയിൽ ഇട്ട് കഴിഞ്ഞു. പക്ഷെ അത് കഴിച്ച ആളുകളെയും കൂടെ ചവറ്റുകൊട്ടയിൽ ഇടാൻ പറ്റില്ലല്ലോ, തെറ്റ് തിരുത്തും. പക്ഷേ ഈ കഴിച്ച് ദുരിതം സംഭവിച്ച മനുഷ്യനെയും പക്ഷിമൃഗാദികളെയും പ്രകൃതികളെയും എങ്ങനെ തിരുത്തുമെന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് മൊബൈൽ ഫോണിൽ നിങ്ങൾ പരിഷ്കാരങ്ങളായിക്കോളൂ, പക്ഷെ മനുഷ്യ ശരീരത്തിൽ ചെയ്ത് അതിനെ നശിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. ബാക്ടീരിയകൾ ശത്രുക്കളാണെന്നും അവയെ കൊല്ലുകയാണ് രോഗം മാറാൻ വേണ്ടതെന്നും പഠിപ്പിച്ച പടിഞ്ഞാറൻ വൈദ്യം, അതിനെ ഞങ്ങൾ അധിനിവേശ വൈദ്യം, കുത്തക വൈദ്യം, മരുന്ന് കമ്പനിയുടെ ഫാർമസ്യൂട്ടിക്കൽ വൈദ്യം എന്നുകൂടെ വിളിക്കുന്നത്, അതിൻ്റെ ഞാൻ നിങ്ങളോട് കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത് തിരുത്തിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് പകരം പ്രോബയോട്ടിക്കുകൾ എന്നാണ് അവർ മറ്റൊരു കച്ചവടം തുറന്നിട്ടുള്ളത്. കച്ചവട സാധ്യത തീരെ കുറഞ്ഞ പ്രീബയോട്ടിക്കുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് വേണ്ടതെന്നുള്ള സത്യം അവിടെയും മറച്ചു വയ്ക്കുന്നത്. പ്രീബയോട്ടിക്കുകൾ കച്ചവടത്തിന് പ്രയാസമാണ്. പ്രോബയോട്ടിക്കുകൾ മരുന്ന് ഗുളികയാക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ഷെല്ലിനുള്ളിലും ജലാറ്റിൻ ഷെല്ലിൻ്റെ ഉള്ളിലും കടത്തി വെച്ച് രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും. എക്സിപ്പിയൻസ് കൂടെ ചേർത്താൽ മതി. ആ എക്സിപ്പിയൻസിൻ്റെ തകരാറൊക്കെ കൊണ്ട് രോഗി 10 രോഗം കൂടി ഉണ്ടായിട്ട് വീണ്ടും തിരിച്ചു വന്നോളും. 1 സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങളാണ് കാലാവധി പൂർത്തിയാക്കി മനുഷ്യ ശരീരത്തിൽ എപ്പോപ്റ്റോസിസ് എന്ന മരണം വരിക്കുന്നത്. 1 സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിച്ചു പോകുന്നു. പകരം ഉണ്ടാക്കാൻ ശരീരത്തിന് സംവിധാനങ്ങളുണ്ട്. പകരം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നന്നായിരുന്നാൽ പ്രൊഡക്റ്റ് നന്നായി തന്നെ തുടരും. പകരം ഉണ്ടാക്കാൻ കിട്ടുന്ന റോ മെറ്റീരിയൽസ് വൃത്തികെട്ട വായുവും വെള്ളവും ഭക്ഷണവും ആണെങ്കിൽ ഇത് വൃത്തികെട്ട് പോകും. ആ വൃത്തികെട്ടതിൻ്റെ ലക്ഷണത്തെ രോഗമെന്ന് വിളിച്ച് മരുന്നിന് പോയിട്ട് കാര്യമില്ല. ഓരോ ദിവസവും 50 മുതൽ 70 ബില്യൺ കോശങ്ങളാണ് അപ്പോപ്റ്റോസിസ് എന്ന കോശമരണത്തിനിടയാകുന്നത്. ഓരോ ദിവസവും 60 തുടങ്ങി 70 ബില്യൺ, 1 ബില്യൺ 100 കോടി കോശങ്ങളാണ് അപ്പോപ്റ്റോസിസ് എന്ന കോശമരണത്തിനിടയാകുന്നത്. മരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ശരീരം നിരന്തരമായി നിർമ്മിക്കുന്ന കോശങ്ങളെങ്കിൽ ശരീരം വളരുന്നു. കുറവാണെങ്കിൽ വാർദ്ധക്യ ലക്ഷണങ്ങളിലേക്ക് വീഴുന്നു. നിരന്തരമായി പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നതിന് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുണ്ട്. വായുവും വെള്ളവും ആഹാരവും അഗ്നിയും ആകാശവും എല്ലാം അതിനാവശ്യമാണ്. അവ ലഭിക്കുന്നതിനുള്ള പ്രകൃതി സാഹചര്യം നാം ഒരുക്കേണ്ടതുണ്ട്. അകത്തു തന്നെ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളും പുറത്തുനിന്ന് എത്തുന്നവയും ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഇതാണ് സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ. ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഇത് 5 നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ശരീരവും രോഗത്തിലേക്ക് വീഴില്ല. ഇത്രയും ഉറപ്പാണ് പ്രകൃതിയിൽ വരുന്നത്. ശരീരത്തിലെ അവയവങ്ങളെയും കോശങ്ങളെയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ഹൈജീൻ. സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ പോരാതെ വരുമ്പോൾ കെട്ടിക്കിടക്കാനിടയായ മാലിന്യങ്ങളും, മലബന്ധം വരിക, വിയർക്കാതെയാകുക, സാധാരണ ശുദ്ധീകരണങ്ങൾ മതിയാവാതെ വരുമ്പോൾ കെട്ടിക്കിടക്കാനിടയാകുന്ന മാലിന്യങ്ങളും അവയുടെ അഴുക്കിൽപ്പെട്ട് രൂപാന്തരം വരുന്ന ബാക്ടീരിയകൾക്ക് പാത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറ്റം വരും. അല്പം അഴുക്ക്, ഒരു നായ അപ്പിയിട്ടതാവട്ടെ, ബ്രെഡ് ഇട്ടതാവട്ടെ, അവിടേക്ക് കീടങ്ങൾ വരും. നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ കീടങ്ങൾ വരുന്നില്ല. ഒരു പഴക്കല കെട്ടിത്തൂക്കി 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കറുത്ത് ഒരു പുതിയ തരം പ്രാണികൾ അവിടെ എത്തുന്നു. ഈ പ്രാണികളെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. ഇതെങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല. ആ പഴം പഴുത്ത് ചീയുമ്പോൾ വരുന്നതാണ്. നിങ്ങളുടെ രക്തം അതുപോലെ ആയാൽ, നിങ്ങളുടെ മാംസങ്ങൾ അതുപോലെ ആയാൽ, ഗാംഗ്രീൻ പിടിച്ച് രക്തമൊഴുക്കില്ലാതെ, ഓക്സിജൻ്റെ പ്രവാഹമില്ലാതെ പ്രമേഹരോഗിയുടെ കാല് പഴുക്കുന്ന, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങൾ പഴുക്കുന്നത് കണ്ടിട്ടുണ്ട്. അഴുക്ക് എന്ന് പറയുന്ന, ഞങ്ങൾ പറയുന്ന വിഷം എന്നതിനെ, ജൈവമാലിന്യങ്ങളെ നിങ്ങൾ എത്ര വേഗം മനസ്സിലാക്കുന്നു അത്രയും വേഗം നിങ്ങൾ രക്ഷപ്പെടും. അവയുടെ അഴുക്കിൽപ്പെട്ട് രൂപാന്തരം വരുന്ന ബാക്ടീരിയകളും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ ശരീരത്തിലുണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ ബ്ലോക്ക് എവിടെയെങ്കിലും മൈക്രോ ത്രോംബോസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ മതി, അപ്പുറത്തേക്ക് രക്തം പോകാതെയാകും. ഒരു ചരടെടുത്ത് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ
ഈ കൈ ഏതാനും സമയം കൊണ്ട് മരിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മിൽ രക്തത്തിൻ്റെ പ്രവാഹം, വായുവിൻ്റെ പ്രവാഹം തടയാൻ കഴിഞ്ഞാൽ അടുത്തുള്ള ഭാഗം മരിക്കും. ശരീരത്തിന് ചേരാത്ത ഭക്ഷണപാനീയങ്ങളും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും അടങ്ങിയ എല്ലാ അനാരോഗ്യ വസ്തുക്കളും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്നതാണ്. ആരോഗ്യശേഷി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രോഗപ്രതിരോധ ശേഷിയല്ല, ആരോഗ്യശേഷിയാണ് ശരിയായ പദം. 37.2 ട്രില്യൺ മനുഷ്യകോശങ്ങളുള്ള ശരീരത്തിലെ 39 ട്രില്യൺ ബാക്ടീരിയകളിൽ തെറ്റായ ഭക്ഷണപാനീയങ്ങളും മാലിന്യങ്ങളും ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറ്റിലെത്തുന്ന ജങ്ക് ഫുഡുകളും നിരവധി മരുന്നുകളും ഗട്ട് ബാക്ടീരിയകളെ ദുർബലപ്പെടുത്തുകയും മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ അടക്കം ഉണ്ടാക്കുന്നുണ്ട്. ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് പറഞ്ഞ് പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് നോക്കിയാൽ കിട്ടും. ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ, അലർജിക് റിയാക്ഷൻ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് IBD, ഗട്ട് മൈക്രോം ഡിസ്റപ്ഷൻ, ദഹനശേഷി ഇല്ലാതാകൽ തുടങ്ങിയുള്ള നിരവധി തകരാറുകളാണ് ഗട്ട് ബാക്ടീരിയകൾ ക്ഷയിച്ചാൽ ഉണ്ടാകുന്നത്. ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കുന്ന സൂപ്പർ ബഗുകളുടെ വലിയ ദുരന്തത്തിൻ്റെ മുഖത്തേക്കാണ് ഇത്രയും കാലം ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഭീഷണിയായി നമ്മളെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത്. ഇത് പരീക്ഷണമാണ്. ഞങ്ങളിപ്പോൾ തിരുത്തുന്നതെന്ന് പറഞ്ഞാൽ ചെയ്ത ദ്രോഹത്തിനാര് സമാധാനം പറയും? ആ ദ്രോഹം ചെയ്ത കാലത്ത് ഇത് ശാസ്ത്രീയമായിരുന്നില്ലല്ലോ. ഇപ്പോഴും ശാസ്ത്രീയമല്ല. കാരണം നാളെ ഇന്നത്തെ മരുന്ന് നാളെ വിഷമാണെന്ന് പറയും. അപ്പോൾ ഇതെപ്പോഴാണ് ശാസ്ത്രമാകുന്നേ? രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്ന അനാരോഗ്യ വസ്തുക്കളും രൂപമാറ്റം വരുന്ന ബാക്ടീരിയകളും ടോക്സിക് പ്രോട്ടീനും കാർബോടോക്സിസിറ്റി. എല്ലാവരും ഒന്ന് നോക്കിയാൽ പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒറ്റ വാക്കാണ് കാർബോടോക്സിസിറ്റി. വാട്ട് ഈസ് കാർബോടോക്സിസിറ്റി എന്ന് നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ടോക്സിക് ഫാറ്റും ആൻറ്റിജൻ എന്ന നിലയിലാണ് ശരീരം പരിഗണിക്കുന്നത്. ശരീരത്തിൽ അവ പരിഗണിക്കപ്പെടുന്നത് ആൻറ്റിജൻ എന്ന നിലയിലാണ്. അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ടോക്സിക് പ്രോട്ടീനുമാകാം എന്നത് അടിവരയിട്ട് നമ്മൾ തിരിച്ചറിയുക. ഇവ ഇൻഫ്ലമേഷൻ്റെ കാരണമായി തീരുന്നത് രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം മൂലമാണ്. ഇൻഫ്ലമേഷൻ ശരീരമുണ്ടാക്കുന്നതാണ്, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതാണ്. കടന്നു കയറുന്ന ആക്രമണകാരികൾക്കെതിരെ, വിഷാംശങ്ങൾക്കെതിരെ ശരീരം ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലമേഷൻ. അത് ആവശ്യമാണ്. അതിനെ തടയുന്ന അവിവേക രീതികളാണ്, അവിവേക ചികിത്സകളാണ് മാറാരോഗങ്ങളിലേക്ക് മനുഷ്യ ശരീരത്തെ അധപതിപ്പിക്കുന്നത്. ശരീരം ആൻറ്റിജനായി പരിഗണിക്കപ്പെടുന്നവയ്ക്കെല്ലാം എതിരെ ശരീരം സൈറ്റോകിൻസും ഹിസ്റ്റമിനും പുറപ്പെടുവിക്കുന്നതാണ് ഇൻഫ്ലമേഷനായിത്തീരുന്നത്. തെറ്റായ ഭക്ഷണപാനീയങ്ങളുടെയും മരുന്നുകളുടെയും നിരന്തരമായ ഉപയോഗവും ഉറക്കം വൈകുന്നത് മുതലുള്ള തെറ്റായ ജീവിത രീതികളും, പഞ്ചസാര, മൈദ, ഇതുപോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇൻഫ്ലമേഷനിലേക്ക് ശരീരത്തെ നയിക്കുന്നു. മദ്യവും ചായയും കാപ്പിയും ഇതൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. അന്യവസ്തുക്കളും, അതായത് ഫോറിൻ ബോഡീസ്, ഇൻഫ്ലമേഷനും ചേരുന്നതോടെ ആ ഭാഗത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനം പ്രയാസത്തിലാകുന്നു. ലിംഫാറ്റിക് ഫ്ലൂയിഡുകൾ, രക്തം, ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവയുടെയെല്ലാം സഞ്ചാരത്തെ ഇൻഫ്ലമേഷൻ തടയുന്നുണ്ട്. മലിനവസ്തുക്കളുടെ പുറന്തള്ളലിനെയും ഇൻഫ്ലമേഷൻ അസാധ്യമാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മൂലം പ്രവർത്തന തടസ്സമുണ്ടാകുന്ന അവയവത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെല്ലാം ഓരോരോ രോഗത്തിൻ്റെ പേര് നൽകി ആ ലക്ഷണ വ്യത്യാസങ്ങൾക്ക് പല പല പേരുകൾ നൽകി പല പല രോഗങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണോ, ശാസ്ത്രീയമാണോ? രോഗപ്രതിരോധ ശേഷി പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റമിനെതിരായി ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകൾ നൽകുന്നത് ഒരു മെഡിക്കൽ ക്രൈമായിട്ടാണ് പ്രകൃതിയിൽ കണക്കാക്കുന്നത്. സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളിലൂടെ പുറന്തള്ളാൻ കഴിയാത്ത വിധത്തിൽ മാലിന്യങ്ങൾ രൂപപ്പെട്ടാൽ ജലദോഷം, ഛർദി, വയറിളക്കം, പനി, ത്വക്ക് രോഗങ്ങൾ എന്നിങ്ങനെയുള്ള അസാധാരണ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് അവയെ നീക്കം ചെയ്യാൻ ശരീരത്തിനറിയാം. അവയെ രോഗങ്ങളായും ബാക്ടീരിയൽ വൈറൽ ബാധകളായി കരുതി അടിച്ചമർത്തുന്നതും തടയുന്നതും അശാസ്ത്രീയമാണ്, അപകടകരമാണ്. അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനാൽ അസുഖങ്ങളുണ്ടാകുന്നത് പ്രധാനമായും ഈ വിവേകമില്ലാത്ത ചികിത്സ മൂലമാണ്.
അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളെ രോഗമെന്ന് വിളിച്ച് മരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നതോടെ അവയവങ്ങൾ തന്നെ നശിഞ്ഞു പോകുന്ന കിഡ്നി നാശം, കരൾ നാശം, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. പനിയെ അടിച്ചമർത്തുന്നതിന് നൽകി വരുന്ന പാരാസിറ്റമോൾ 5 തരം ക്യാൻസറുകൾക്ക് കാരണമാകാമെന്ന, ആത്മഹത്യ ചെയ്യിപ്പിക്കാമെന്ന താക്കീത് തരുന്നത് പടിഞ്ഞാറൻ വൈദ്യ ഗവേഷകർ തന്നെയാണ്. ഇതിലേതാണ് ശാസ്ത്രം, ഏതാണ് അശാസ്ത്രം എന്നതാണ് ഉത്തരമായി വരേണ്ടത്. ഞങ്ങൾ നൽകുന്ന മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നില്ലേ എന്ന ചോദ്യം ഒരു ചികിത്സയെ ശാസ്ത്രീയമാക്കുമോ? മരുന്നുകളുടെ ദോഷഫലങ്ങൾ, അതിനുള്ള മരുന്നുകളും ഞങ്ങൾ തന്നെ തരുന്നില്ലേ എന്ന വാദവും അതിനെ ശാസ്ത്രീയമാക്കുമോ? ദോഷഫലങ്ങളെല്ലാം മാറ്റി വരുമ്പോൾ ശാസ്ത്രീയമായതായി അംഗീകരിക്കാമെന്നല്ലേ പറയേണ്ടത്. നിങ്ങൾ ദോഷമൊക്കെ മാറ്റി ഊതിക്കാച്ചിയ പൊന്നായിട്ട് വരൂ, ശരിയുള്ളത് സത്യമായതുമായിട്ട് വരൂ. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ. നിങ്ങളുടെ മൊബൈലിലൊന്ന് ടൈപ്പ് ചെയ്ത്, നെറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ. ഇനി ലിവർ ക്യാൻസർ എന്നും കിഡ്നി ട്രാക്റ്റ് ക്യാൻസർ എന്നും കൂടെ നോക്കാം. ഞങ്ങൾ നൽകുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് വീണ്ടും തരുന്ന മരുന്നുകൾ അവയവങ്ങളെ നശിപ്പിക്കുമ്പോൾ അവയവങ്ങൾ മാറ്റിവയ്ക്കുന്നതിനുള്ള ശാസ്ത്രീയ പുരോഗമനവും ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന വാദവും ശാസ്ത്രീയമാകുമോ? അല്പമെങ്കിലും യുക്തിചിന്തയുള്ളവർക്ക് അംഗീകരിക്കാനാകുമോ? സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ 5 ശരിയായി പ്രവർത്തിക്കുന്ന ശരീരത്തിൽ രോഗങ്ങളുണ്ടാകുക അസാധ്യമാണ്. അഥവാ ഉണ്ടായാൽ തന്നെ അസാധാരണ ശുദ്ധീകരണ നടപടികൾ ഉണ്ടാക്കി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശരീരത്തിനറിയാം. അതിനെ തടയാതിരുന്നാൽ ഒരു ശരീരവും മനസ്സും രോഗത്തിലേക്ക് വീഴുകയില്ല. ശാസ്ത്രീയമായ ചികിത്സ എന്ന പേരിൽ മനുഷ്യ ശരീരത്തിലേക്ക് വിവേകമില്ലാതെ പ്രയോഗിക്കുന്ന മരുന്നുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് മരുന്നുകൾ രോഗം മാറ്റിത്തരുന്നത്? സകലരും ആശ്രയിക്കുന്ന വേദന പനിമരുന്നായ പാരാസിറ്റമോളിന് ഉദാഹരണമായി നമുക്കൊന്നുകൂടെ നോക്കാം. ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ NHS വെബ്സൈറ്റ് പ്രകാരം കോമൺ ക്വസ്റ്റ്യൻസ് അബൌട്ട് പാരാസിറ്റമോൾ ഫോർ അഡൽട്സ്. ഹൗ ഡസ് പാരാസിറ്റമോൾ വർക്ക്? പാരാസിറ്റമോൾ സീം ടു വർക്ക് ബൈ ബ്ലോക്കിംഗ് ദ കെമിക്കൽ മെസഞ്ചേഴ്സ് ഇൻ ദ ബ്രെയിൻ. നന്മ ചെയ്യല്ല, തലച്ചോറിലെ കെമിക്കൽ മെസഞ്ചേഴ്സ്. പാരാസിറ്റമോൾ സീംസ് ടു വർക്ക് ബൈ ബ്ലോക്കിംഗ് ദി കെമിക്കൽ മെസഞ്ചേഴ്സ് ഇൻ ദി ബ്രെയിൻ ദാറ്റ് ടെൽ യുവർ ബോഡി ദാറ്റ് യു ഹാവ് പെയിൻ. നിങ്ങൾക്ക് വേദനയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്ന തലച്ചോറിലെ കെമിക്കൽ മെസഞ്ചേഴ്സിനെ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് വേദനയില്ല എന്ന് തോന്നിപ്പിക്കുന്ന മാജിക്കൽ റെമഡി. ഇതാണ് മാജിക്കൽ റെമഡി. ഇറ്റ്സ് ഓൾസോ റെഡ്യൂസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ by affecting the chemical messengers in the area of the brain that regulates body temperature. പനി കുറച്ച് തരുന്നതും ചൂട് കൂട്ടുന്നതിലും ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്, അല്ലാതെ അവിടെ ഇത് ഇല്ലാതാക്കിക്കൊണ്ടോ ഈ പനിയുടെ കാരണം ഇല്ലാതാക്കിക്കൊണ്ടോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലോകത്തെ ഏറ്റവും ആധികാരികമായ പടിഞ്ഞാറൻ വൈദ്യഗ്രന്ഥമായ മാർട്ടിൻ ഡൈൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്, ഞാനത് വാങ്ങുന്നത് 64,000 രൂപ കൊടുത്തിട്ടാണ്, എൻ്റെ കയ്യിലുണ്ട്. ഈ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ 40-ാം എഡിഷൻ 11-ാം പേജ് പറയും. 40-ാം എഡിഷനാണ് ഞാൻ നിങ്ങളെ സംശയമുള്ളവരുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. 11-ാം പേജ് പറയുന്നത് കാണുക. ടെമ്പറേച്ചർ അപ് ടു 41 degrees ആർ റിലേറ്റീവ്ലി ഹാംലെസ്. 41 ഡിഗ്രി വരെ പനി അപകടകാരിയല്ല. 106 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ if there is any value in treating fever at lower temperatures. ഇതിൽ ഈ 104 കുറഞ്ഞ ചൂടിന് പനി ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാണ് പറയണത്. ഞാൻ 64,000 രൂപ കൊടുത്ത് മേടിച്ച മെഡിക്കൽ ടെസ്റ്റുകാരനോട് പറയുകയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അത് വ്യക്തമല്ല എന്ന്. ശാസ്ത്രമാണ്. ഹൈപ്പർതെർമിയ 106 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പനിയല്ല, ഹൈപ്പർതെർമിയയാണ്. Hyperthermia may produce body temperature greater than 41 degrees. These high temperatures are life-threatening and need to be lowered immediately. 104 കഴിഞ്ഞാൽ ഉടനെ അതിനെ താഴേക്കാക്കണം. ആൻറ്റിപൈററ്റിക്സ് ആർ ഇൻഎഫക്റ്റീവ്. പനിമരുന്നുകൾക്ക് അവിടെ ഫലമില്ല, അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. സിൻസ് ദി ഹൈ ടെമ്പറേച്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ്
തെർമോ റെഗുലേറ്ററി ഫെയിലിയർ, അത് ഹൈപ്പോതലാമസിൻ്റെ ചൂട് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം നശിഞ്ഞിരിക്കുന്നു. ഇനി പനിമരുന്നുകളൊന്നും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല. വൺ ഓഫ് ദി മോസ്റ്റ് റാപ്പിഡ് ആൻഡ് ഇഫക്റ്റീവ് മീൻസ് ഓഫ് കൂളിംഗ് ഈസ് ടു ഇമേഴ്സ് ദി പേഷ്യൻ്റ് ഇൻ എ വെരി കോൾഡ് വാട്ടർ. But core temperature should be monitored to avoid inducing hypothermia. ചൂട് വളരെ കുറഞ്ഞ് ഹാർട്ടിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാത്ത രീതിയിൽ കെയർ എടുത്തുകൊണ്ട് രോഗിയെ ഐസ് കോൾഡ് വെള്ളത്തിൽ മുക്കിക്കിടത്തണം. പനി കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു രോഗിയെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്ന രീതിയിലുള്ള ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കിയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇവാപ്പറേറ്റീവ് കൂളിംഗ് മെത്തേഡ്സ് മേ ബി മോർ എഫിഷ്യൻറ്റ്. ഇൻട്രാവേനസ് ഓർ intraperitoneal administration of cool fluids, gastric lavage or enemas with ice water have also been used. ഐസ് വെള്ളത്തിൽ എനിമയും എടുപ്പിക്കണം. ശാസ്ത്രമാണെന്ന് ഓരോ നിഗമനവും റിസർച്ച് മെത്തഡോളജി അനുസരിച്ച് വർഷങ്ങളായുള്ള ഗവേഷണത്തിന് ശേഷം മാത്രം ചെയ്യുന്നതെന്നുമാണ് അലോപ്പതി ചികിത്സകരുടെ നിലപാട്. എന്നാൽ പരീക്ഷണങ്ങളും പഠന നിരീക്ഷണങ്ങളും പ്രയോഗവും പരിതാപകരമായ വിധത്തിൽ കുത്തഴിഞ്ഞതും അപകടകരവും അശാസ്ത്രീയവും യുക്തിരഹിതവുമാണെന്നല്ലേ ഇവിടെ നിന്ന് തെളിയുന്നത്. ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പനിയുടെ പങ്ക് വ്യക്തമല്ല എന്നൊരു മെഡിക്കൽ ടെക്സ്റ്റ് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിൻ്റെ അണുക്കളായ ട്രിപ്പോണിമ പാലിഡം ചത്തുപോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. നോവൽ ബുക്കൊന്നുമല്ല, മെഡിക്കൽ ടെക്സ്റ്റ്. പനിയുടെ തുടക്കത്തിൽ തന്നെ പാരാസെറ്റമോളും ഐബുപ്രൂഫനും ആസ്പിരിനുമൊക്കെ നൽകി പനി കുറയ്ക്കുന്ന ഡോക്ടർമാർ രോഗിയോടൊരു മെഡിക്കൽ കുറ്റമല്ലേ ചെയ്യുന്നത്? ഉത്തരം ശാസ്ത്രീയമായി നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നിരുന്നാലും പഴയ മെഡിക്കൽ ടെസ്റ്റ് പറയുകയാണ്, എന്നിരുന്നാലും പനിക്ക് മരുന്ന് നൽകി രോഗിയുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ചികിത്സിക്കാനുള്ള ഡോക്ടറുടെ കഴിവിൽ രോഗികൾക്കും ബന്ധുക്കൾക്കും മതിപ്പുണ്ടാകുന്നുണ്ട്. ഇതല്ലേ വഴിവക്കിൽ നിൽക്കുന്ന ഈ തെരുവ് മജീഷ്യന്മാർ, മരുന്ന് വിൽപ്പനക്കാരൊക്കെ ചെയ്യുന്നേ, ഒരു മതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുകൂടെ ഡോക്ടർ RS സദോസ്കറുടെ ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന വൈദ്യഗ്രന്ഥം റിവൈസ്ഡ് 21st എഡിഷൻ പേജ് 160 പുസ്തകത്തിൻ്റെ കയ്യിലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇതാരാണ് ഇതിനെ ശാസ്ത്രം എന്ന് വിളിക്കാൻ തുടങ്ങിയത്? എഴുതി വച്ചിരിക്കുമ്പോൾ എന്തിനെയാണ് ശാസ്ത്രം എന്ന പേരിൽ നിങ്ങൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്ന ചോദ്യം ഉയരുന്നില്ലേ? മാർട്ടിൻ ദൈൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് ആകട്ടെ കുറഞ്ഞ ചൂടിലെ പനിക്ക് മരുന്നുകൾ നൽകി ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്നാണ് വിലപിക്കുന്നത്. 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഥവാ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പനി അപകടകാരിയല്ല എന്നും മാർട്ടിൻ ഡൈൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 41 ഡിഗ്രിയിൽ കൂടുന്ന ചൂട് ഹൈപ്പോതലാമസിൻ്റെ തകർച്ചയുടേതാണെന്നും ചൂടിനെ നിയന്ത്രിക്കുന്ന സംവിധാനം തകർന്നിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു. പനിമരുന്നുകൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിൽ രോഗിയെ വളരെ തണുത്ത വെള്ളത്തിൽ മുക്കിക്കിടത്തി കോർ ടെമ്പറേച്ചർ കുറയാതെ നോക്കുക എന്നുള്ളതാണ് അതിവേഗത്തിലും ഫലപ്രദമായും ചെയ്യാൻ കഴിയുന്ന കാര്യമായി മാർട്ടിൻ ഡൈൽ നിർദ്ദേശിക്കുന്നത്. ബാഷ്പീകരണ തണുപ്പ് ഇവാറേറ്റീവ് കൂളിംഗ് മെത്തേഡ്സ് കുറേ കൂടെ നല്ലതാണെന്നും ഞരമ്പുകളിലൂടെയും നെഞ്ചിൻ കൂടിനുള്ളിലൂടെയും തണുത്ത ദ്രാവകം കടത്തൽ, ഐസ് വെള്ളം കൊണ്ട് വയറൊഴുകൽ, എനിമ എന്നിവയെല്ലാം ചെയ്യണമെന്നാണ് മാർട്ടിൻ ഡൈൽ പറയുന്നത്. പനി കൊണ്ട് നിരവധി പേർ മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അലോപ്പതി ആശുപത്രികളിലെ നിരവധി ചികിത്സയ്ക്ക് ശേഷം മരിച്ചിട്ടുള്ള രോഗികളിൽ ഒരാൾക്കെങ്കിലും ഇത്തരമൊരു ശാസ്ത്രീയ ചികിത്സ ഡോക്ടർമാർ നടത്തിയിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ പനിമരണങ്ങൾ അശാസ്ത്രീയമായ ചികിത്സകളാൽ അലോപ്പതി ഡോക്ടർമാർ നടത്തുന്ന മെഡിക്കൽ കൊലപാതകങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? പനിക്ക് പാരാസെറ്റമോൾ എന്ന അശാസ്ത്രീയത പറയുന്നവർ പനിക്ക് പട്ടിണി എന്ന് പറയുന്ന പ്രകൃതി ചികിത്സയെ പുച്ഛിക്കും. പക്ഷേ ശരീരത്തിൻ്റെ ഊർജ വിനിമയ ശാസ്ത്രം അറിയാവുന്നവർ അത് ശരിവയ്ക്കും. ശരിയായ ആരോഗ്യശാസ്ത്രം തിരിച്ചറിഞ്ഞു പാലിക്കും. ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കും രക്തസഞ്ചാരത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ 60% എനർജി, ശരീരം മൊത്തം ഉണ്ടാക്കുന്നതിൽ 60% എനർജി അതിന് വേണം. പുറത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 30 തുടങ്ങി 40% എനർജിയും ഭക്ഷണത്തിൻ്റെ ദഹനത്തിന് 10% എനർജിയുമാണ് വേണ്ടത്. പനിയിൽ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും ഉപദേശിക്കുന്ന പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയത നിങ്ങൾക്കിവിടെ തിരിച്ചറിയാം. കായിക പ്രവർത്തനങ്ങൾക്ക് മാറ്റിവയ്ക്കുന്ന 30 തുടങ്ങി 40% ഊർജ്ജവും ദഹനത്തിനു വേണ്ടിയുള്ള 10% ഊർജ്ജവും കൂടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് പ്രകൃതി ചികിത്സയുടെ പനി ചികിത്സയിലെ വിവേകം. പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കുക,
ധാരാളം വെള്ളം കുടിക്കുക, പച്ചവെള്ളത്തിൽ എനിമയെടുക്കുക തുടങ്ങിയവയാണ് പ്രകൃതി ചികിത്സയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രീതി. പടിഞ്ഞാറൻ വൈദ്യശാസ്ത്ര നിയമങ്ങൾ പ്രകൃതി ചികിത്സാ രീതിയെയാണ് അംഗീകരിക്കുന്നത്. അലോപ്പതിക്കാർ ചെയ്യുന്ന മരുന്ന് പ്രയോഗങ്ങളെ അല്ല. പനി ചികിത്സയെക്കുറിച്ച് അല്പം കൂടെ. പാരാസിറ്റമോൾ കോശങ്ങളുടെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞാണ് ചൂട് കുറപ്പിക്കുന്നത്. ഭക്ഷണത്തിലെ കെമിക്കൽ എനർജിയെ കോശങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലാക്കി മാറ്റുന്നതാണ് മൈറ്റോകോൺട്രിയയുടെ പ്രധാന പ്രവർത്തനം. ATP സിന്തസിസ്, മെറ്റബോളിസം നിയന്ത്രിക്കൽ, കോശവളർച്ചയും വിഭജനവും, കോശമരണം, കരളിലെ അമോണിയ നീക്കം ചെയ്യൽ, കോശങ്ങളിലെ കാൽഷ്യം പ്രതിപാലനം, കോശങ്ങളിലെ ഇരുമ്പ് പരിപാലനം, കോശങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറൽ, സ്റ്റെം സെൽ നിയന്ത്രണം, നാഡീകലകളുടെ വളർച്ചയും വികാസവും എല്ലാം നിയന്ത്രിക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. പനി കുറയ്ക്കുന്നതിന് മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം തടയുമ്പോൾ എനർജി ഉൽപ്പാദനം നിൽക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോശങ്ങളിലെ ഊർജത്തിൻ്റെ ഉൽപ്പാദനം നിലയ്ക്കുമ്പോൾ ചൂട് കുറയുകയും ചെയ്യും. പക്ഷേ പാരാസിറ്റമോൾ തടയുന്ന മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം പൂർവ്വരൂപത്തിലേക്കാക്കേണ്ടത് ആവശ്യമല്ലേ? അതെപ്പോഴാണ് വീണ്ടും തുടങ്ങേണ്ടത്? തീരുമാനം പാരാസെറ്റമോളിൻ്റേതാണോ അതോ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഘടകം എന്താണോ അതാണോ ചെയ്യേണ്ടത്? അതെന്താണ്? അതെപ്പോഴാണ് തുടങ്ങേണ്ടത്? അതോ ഡോക്ടറാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? പനി എന്ന ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നതിന് മൈറ്റോകോൺട്രിയയ്ക്ക് നിർദ്ദേശം നൽകിയത് ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാവാം. ഹൈപ്പോതലാമസിന് നിർദ്ദേശം എവിടെ നിന്ന് കിട്ടി? എന്തിന് കിട്ടി? ശരീരത്തിൻ്റെ ആന്തരിക സംവിധാനങ്ങൾ ചൂട് കൂട്ടി പനിയുണ്ടാക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യം എന്താണ് എന്നറിയില്ല എന്ന് സമ്മതിക്കുന്ന പടിഞ്ഞാറൻ വൈദ്യം കാരണങ്ങളറിയാതെ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞ് ചൂട് കുറപ്പിക്കുന്നത് ശാസ്ത്രീയ സമീപനമാണോ? പനിയുടെ പേരിൽ പ്രവർത്തനം തടയുന്നതോടെ മൈറ്റോകോൺട്രിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ കൂടെ തകരാറാവില്ലേ? കോശവളർച്ചയും ആശയ കൈമാറ്റങ്ങളും കോശവർണ്ണങ്ങളും എല്ലാം താളം തെറ്റുന്നതോടെ ഗുരുതരമായ തകർച്ചകൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ ഉണ്ടാവില്ലേ? പാരാസിറ്റമോളിൻ്റെ പ്രയോഗം നിർത്തുന്നതോടെ മൈറ്റോകോൺട്രിയ പഴയതുപോലെ പ്രവർത്തനം തുടരണമെന്ന് നിർബന്ധമുണ്ടോ? ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിൽ നടത്തുന്ന ബലപ്രയോഗങ്ങളും ഇടപെടലുകളും ഉണ്ടാക്കുന്ന തകരാറുകൾ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മെറ്റബോളിക് തകരാറുകൾ, കോശമരണമായ അപ്പോപ്റ്റോസിസിൻ്റെ താളം തെറ്റുന്നതിനാലുള്ള പ്രതിസന്ധികളെല്ലാം കൂടെ പ്രമേഹം, പ്രഷർ, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടാക്കില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. ഇനി എനിക്ക് 5 പേജ് കൂടിയാണുള്ളത്. അത് എനിക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ ബാക്കി വായിക്കാം. ഒരു കാര്യം കൂടി ഇതിനിടയ്ക്കുള്ളത് പറയാം. പ്രമേഹത്തിൻ്റെ ചികിത്സ പോലുള്ളൊരു വിഡ്ഢിത്തം. പ്രമേഹ രോഗിയുടെ ഷുഗർ കുറയ്ക്കാനാണ് മെറ്റ്ഫോമിൻ, ഗ്ലൈസിഫേജ് ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത്. ഷുഗർ കുറഞ്ഞുകൊണ്ട് രോഗിക്ക് എന്താ മെച്ചം? ഇതെന്തൊരു ശാസ്ത്രമാണ്? പാൻക്രിയാസ് ശരിക്കും പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ ശരീരത്തിൽ ഷുഗർ കൂടുന്നത്? ഷുഗർ കുറഞ്ഞതുകൊണ്ട് പാൻക്രിയാസ് നന്നായിട്ട് പ്രവർത്തിക്കുമോ? ഇനി ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നുകൾ കിട്ടിയാൽ ഈ ഷുഗർ കോശങ്ങളിൽ എത്തേണ്ടതല്ലേ? ഈ ഷുഗറിനെ കോശങ്ങൾക്ക് കൊടുക്കാനായിട്ടാണ് മരുന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പാൻക്രിയാസിനെ നന്നാക്കാൻ ഒരു ചികിത്സയും ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രമേഹ രോഗിക്ക് മരുന്ന് നിർത്തി പതുക്കെ ചികിത്സ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗിയാണ് അപകടത്തിലേക്ക് പോകുന്നത്? 5 പേജ് കൂടി എനിക്കുണ്ട്. സമയം കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഏതായാലും ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. എനിക്ക് മറുപടി കിട്ടി, എനിക്ക് ബോധ്യമായാൽ തീർച്ചയായും മാറാൻ ഞാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്ത് കുറച്ച് സത്യങ്ങളും കുറച്ച് അർദ്ധസത്യങ്ങളും കുറേയേറെ അസത്യങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം നന്നായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നാച്ചുറോപ്പതിയെ, അതിൻ്റെ ശാസ്ത്രീയതയെ അദ്ദേഹം തെളിയിക്കേണ്ടതായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. ഇതിനെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും. ശാസ്ത്രത്തിൻ്റെ മൗലികതയും ഫണ്ടമെൻ്റലിസം, റിപ്പീറ്റബിലിറ്റിയും, ആവർത്തിച്ച് തെളിയിക്കാവുന്നതും ആ യുക്തിപരതയും എല്ലാമാണ് ശാസ്ത്രത്തെ ശാസ്ത്രമാക്കുന്നത്. ആ ശാസ്ത്രം എന്ന വാക്ക് പോലും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ശാസ്ത്രം എന്നത് സയൻസിൻ്റെ പൂർണ്ണ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന ഒരു ഭാഷാപദമല്ല. കാരണം ശാസിക്കപ്പെട്ടത് അത് ഭരിക്കുക, അധികാരം പ്രയോഗിക്കുക, ശിക്ഷിക്കുക എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. മതശാസനകൾ, രാജശാസനകൾ, ആ സയൻസ് തന്നെ എന്ന പദം തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അലോപ്പതി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെറ്റായ പ്രയോഗമാണ്.
ഇത് മെഡിക്കൽ സയൻസാണ്. ഹാനിമാൻ എന്ന ഒരു അദ്ദേഹത്തിൻ്റെ മണ്ടത്തരം ആശയത്തിൽ തോന്നിയതുകൊണ്ട് അദ്ദേഹം ഹോമിയോപ്പതിക്ക് അദ്ദേഹം ഒരു പേരിടുകയും മറ്റ് ചികിത്സകൾക്ക് അതേഴ്സ് സഫറിങ് എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം അലോപ്പതി എന്ന പേരിട്ടത്. അതവിടെ നിൽക്കട്ടെ. ശാസ്ത്രം എന്ന് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസവും സത്യവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. ഇവിടെ നമ്മൾ സത്യം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് സമാന്തരങ്ങൾ സാധ്യമല്ല, അതിന് ആൾട്ടർനേറ്റ് സാധ്യമല്ല. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ H2O ആവും. അത് ആര് ചെയ്താലും H2O ആവും. പക്ഷേ അവിടെയാണ് നമ്മുടെ ശാസ്ത്ര അവബോധമില്ലായ്മയും കീമോഫോബിയയും സമാന്തര കപട ചികിത്സകരുടെ പ്രധാന ആയുധങ്ങൾ. അവരുടെ ശാസ്ത്രത്തെ അവർ തെളിയിക്കുകയില്ല. ആ ബർഡൻ ഓഫ് പ്രൂഫ് വിശ്വാസികളും അത് തന്നെയാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിനും സത്യത്തിനും ഒരു സാധ്യതയേ ഉള്ളൂ. വിശ്വാസത്തിനും കപട ചികിത്സകൾക്കും അനന്ത സാധ്യതകളുണ്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് മുറി എടുക്കുക. 100 കുട്ടികളുള്ള ഒരു ക്ലാസ് മുറി എടുക്കുകയാണെങ്കിൽ 1 or 2 കുട്ടികൾ മാത്രം ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും. അവർ മുന്നിലോ പിന്നിലോ ഇരിക്കട്ടെ. അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾ 1 or 2 കുട്ടികൾ കൈപൊക്കി എണീറ്റ് ശരി ഉത്തരം പറയും. ബാക്കി 99 or 98 കുട്ടികൾ എന്തുത്തരം പറയും? മണ്ടനുത്തരം. എത്ര മണ്ടനുത്തരം പറയും? ഒരു മണ്ടനുത്തരമല്ല, 98 മണ്ടനുത്തരങ്ങൾ. ഇപ്പം മണ്ടന്മാർ എത്രയധികം ഉണ്ടോ അത്രയധികം മണ്ടൻ സാധ്യതകളുണ്ട്. അതാണ് വിശ്വാസത്തിനും കപട ചികിത്സകൾക്കുമുള്ള സാധ്യതകൾ. ആയിരക്കണക്കിന് ചികിത്സകൾ, കപട ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട്. കൂടാതെ നിങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ടൂളുകളായ ഫേസ്ബുക്കോ വാട്സാപ്പോ എല്ലാം എടുത്താൽ നിത്യേന നിങ്ങൾക്ക് പുതിയ കപട ചികിത്സകളെ കാണാൻ സാധിക്കും. ഇവിടെയാണ് കപടശാസ്ത്രങ്ങളുടെ ബാഹുല്യം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മതങ്ങളും ദൈവങ്ങളും നമ്മുടെ നിലനിൽക്കുന്നത്. പ്രധാന മതങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാം മതമോ ക്രിസ്ത്യൻ മതമോ ഹിന്ദു മതമോ എല്ലാം എടുക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൽ തന്നെ 36,000 വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ 27,000 വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമുണ്ട്. ഇസ്ലാം മതത്തിലുമുണ്ട് 24,000 വിഭാഗങ്ങൾ. ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അവൻ്റെ ആ കളിമൺ മസ്തിഷ്കത്തിലാണ് അവൻ വിശ്വാസങ്ങളും അവൻ്റെ കപടശാസ്ത്രങ്ങളും ഉടലെടുക്കുന്നത്. ഈ വിശ്വാസങ്ങൾ പ്രാകൃത ഗോത്ര മനുഷ്യൻ്റെ അതേ വിശ്വാസങ്ങളാണ് മുന്നോട്ട് പോരുന്നത്. നമുക്ക് ഇന്ന് തെളിയിക്കുന്ന സംസാരിക്കുന്ന കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് നമ്മൾ ആരും മറന്നു പോകാനിടയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും, നിർമ്മല എന്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു PhD സ്റ്റുഡൻറ്റ്, 24-25 പ്രായമുള്ള PhD സ്റ്റുഡൻറ്റ്, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചു, സർജറി നിർദ്ദേശിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രകൃതി ജീവനം എന്ന കൂട്ടായ്മ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ക്യാൻസർ എന്നൊരു രോഗമില്ല, പ്രകൃതി ചികിത്സ ഒരു രോഗവുമില്ല, രോഗങ്ങളെ നിങ്ങളെ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. രോഗങ്ങൾ ശരീരത്തിലെ വിഷങ്ങളെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ആ വിസർജന അവയവമായിട്ടാണ് രോഗങ്ങൾ മാറുന്നത്. രോഗലക്ഷണങ്ങൾ തന്നെ ചികിത്സ എന്നാണ് അവരുടെ വിശ്വാസം. അത് വിശ്വാസമാണ്. അപ്പോൾ അവരുടെ ബ്രസ്റ്റ് ക്യാൻസറിന് അവർക്ക് പ്രകൃതി ചികിത്സയ്ക്ക് മണ്ണിൽ കുഴിച്ചിടുകയും മണ്ണ് കൊണ്ട് ശരീരമാസകലം പുരട്ടുകയും കുമ്പളങ്ങ ജ്യൂസ് മാത്രം കൊടുക്കുകയും ചെയ്ത് അവരെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ അത് ശരീരമാസകലം വ്യാപിക്കുകയും ബ്രസ്റ്റ് പൊട്ടി പുഴുക്കൾ വരികയും ചെയ്യുമ്പോൾ പേടിക്കേണ്ട, ഇത് ശരീരം നിങ്ങളെ ചികിത്സിക്കുകയാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു വരികയാണ്. മുഴകളെല്ലാം ശരീരത്തിലെ മാലിന്യങ്ങളും വിഷവസ്തുക്കളും പുറത്തേക്ക് വരികയാണ് എന്നത് ഇത്തരം തെറ്റിദ്ധാരണകളെ കീമോഫോബിയയും വിഷഫോബിയയും മോഡേൺ മെഡിസിനോടുള്ള ശാസ്ത്രീയ വിരുദ്ധതയും. പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ എല്ലാ ടൂളുകളും എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണം. ഇന്നുള്ള വിശ്വാസികളെല്ലാം ശാസ്ത്രത്തിൻ്റെ ഔദാര്യത്തിലാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, 1700 മുതൽ 1900 വരെ ഭൂമിയിലെ ജനസംഖ്യ ഏകദേശം 1 ബില്യൺ 100 കോടിയായിരുന്നു. 1900-ന് ശേഷം 1950-60-ലായപ്പോൾ അത് 3 കോടിയായി. 1960-കൾക്ക് ശേഷം, അതായത് ആധുനിക വൈദ്യശാസ്ത്രം ലോകത്തെമ്പാടും അതിൻ്റെ സ്വാധീനവും ശാസ്ത്രീയ ചികിത്സാ രീതികളും ശാസ്ത്രീയ ബോധവൽക്കരണവും സംവിധാനങ്ങളും വന്നതോടുകൂടി ഒറ്റയടിക്ക് കുത്തനെ ജനസംഖ്യ കൂടുകയാണ്. നമ്മളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഔദാര്യത്തിലാണ്. നമുക്കറിയാം, കുറച്ച് മുമ്പ്
കോവിഡ് മഹാമാരി വന്നു. ആധുനിക വൈദ്യശാസ്ത്രമില്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുക, ചത്തുപോവുക. വസൂരി സ്പാനിഷ് ഫ്ലൂവിൻ്റെ സമയത്ത് യൂറോപ്യൻ ജനസംഖ്യ 4-1 കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നീട് 200 വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യൻ ജനസംഖ്യ പഴയ ജനസംഖ്യയുടെ ആ അവസ്ഥയിലേക്ക് മാറിയത്. അതുപോലെ കോളറ പാൻഡമിക്, വസൂരി കോണ്ടമിക്, ബ്ലാക്ക് ഫീവർ കോണ്ടമിക്സ്, ഫ്ലാഗ് കോണ്ടമിക്സ്, ഇത് ഈ പാൻഡമിക്സ് എല്ലാം ഇത്തരം മഹാമാരികളെല്ലാം മനുഷ്യരുടെ ജീവൻ്റെ കൊയ്തെടുക്കുകയായിരുന്നു. വസൂരി എൻ്റെ അച്ഛനെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വസൂരി നാടൊട്ടുക്ക് ചത്തൊടുങ്ങുമ്പോൾ വലിയ കുഴിയുണ്ടാക്കി വസൂരിയിൽ നിന്ന് അപൂർവം ചിലർ രക്ഷപ്പെട്ടാൽ പകുതി ചത്തവരെയും ചാവാത്തവരെയും എല്ലാം ഒന്നിച്ചൊരു കുഴിയിലിട്ട് മൂടി എല്ലാവരും കടന്നു കളയുകയാണ്. കുഷ്ഠരോഗികളാണെങ്കിൽ അവർ യാതൊരു രക്തബന്ധങ്ങളുമില്ലാതെ നാട് കടത്തുകയായിരുന്നു. ക്ഷയരോഗികൾ ചത്തൊടുങ്ങുകയായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജനസംഖ്യ, ഇന്ത്യയിലെ ജനസംഖ്യ വെറും 24 വയസ്സാണ്. നമ്മുടെ ആയുർദൈർഘ്യം വെറും 24-25 വയസ്സാണ് ഉണ്ടായിരുന്നത്. 1950-60കളിൽ നമ്മുടെ ശരാശരി ആയുസ് 35 വയസ്സ്, 40 വയസ്സിന് ശേഷമാണ്. ഇന്ന് ആ ആയുസ് കേരളത്തിലെ ലോക രാഷ്ട്രങ്ങളെല്ലാം എടുത്താൽ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ, ഈവൻ അവികസിത രാജ്യങ്ങളിൽ പോലും നമ്മുടെ ആയുർദൈർഘ്യം 75-80, കേരളത്തിൽ 75-80, 85 ആയിട്ട് മാറി. ഇതെങ്ങനെ സാധിച്ചു? ഒരു ദൈവവും നമ്മുടെ ആയുസ് കൂട്ടി തന്നതല്ല, ഒരു ദൈവവും നമ്മുടെ മനുഷ്യരെ പുതുതായിട്ട് സൃഷ്ടിച്ചതല്ല. 3 ഇരട്ടിയാണ് നമ്മൾ 60 കൊല്ലം കൊണ്ട് ലോക ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ളത്. ദൈവം ഉൽപ്പാദനം കൂട്ടിയതല്ല, ദൈവം ഇതെല്ലാം നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടത്താൽ മാത്രം സാധ്യമായിട്ടുള്ളതാണ്. ഇന്ന് ദേവീ കോപം, അതുപോലുള്ള വസൂരി, പോളിയോ, ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു. കാരണം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രത്തിനും എതിരെ നിൽക്കുന്നത് കപട വിശ്വാസികളും കപടശാസ്ത്രത്തിൻ്റെ വക്താക്കളും മതത്തിൻ്റെ വക്താക്കളുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നിങ്ങൾ വായിച്ചു കാണും, ഒരു മുസ്ലിയാർ, ഒരു മതപുരോഹിതൻ 5-ാമത്തെയോ 6-ാമത്തെയോ സ്വന്തം ഭാര്യയുടെ 5-ാമത്തെയോ 6-ാമത്തെ പ്രസവം പ്രഷർ സംവിധാനത്തിലൂടെ അദ്ദേഹം വീട്ടിൽ നിന്ന് എടുക്കുകയും ആ സ്ത്രീയെ രക്തം വാർന്ന് മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത സംഭവം നമ്മളാരും മറന്നു കാണില്ല. 2024 മാത്രം 18 അമ്മമാരെയും 5 കുഞ്ഞുങ്ങളെയുമാണ് ഈ കപട ചികിത്സകളും വിശ്വാസ ചികിത്സകളും കാലപുരിക്ക് അയച്ചിട്ടുള്ളത്. ഞാൻ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, അതുപോലെ മെഡിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു ചെറുപ്പക്കാരനൊരു യുവാവ് അപസ്മാര ലക്ഷണങ്ങളോട് കൂടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മുൻപ് സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞൊരു 3 മാസം മുമ്പ് ഒരു പേപ്പട്ടി കടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മുസ്ലിം ഒരു മതപുരോഹിതൻ മന്ത്രിച്ചു കൊടുത്ത വെള്ളം കുടിച്ചു. അതോടുകൂടി യാതൊരു ഭയമില്ലാതെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ പേപ്പട്ടിയേക്കാൾ വിഷമുള്ള വിശ്വാസ ജീവികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സംസാരിക്കുന്ന സത്യങ്ങളോടും നമ്മൾ കാണുന്ന ഈ പച്ച യാഥാർത്ഥ്യങ്ങളോടും നമ്മൾക്ക് കണ്ണടിച്ചുകൂടാ. കീമോഫോബിയ എന്ന വസ്തുതയാണ് ഇവരുടെ ആയുധം. ആധുനിക ശാസ്ത്രത്തോടും മോഡേൺ മെഡിക്കൽ സയൻസിനോടുള്ള ശത്രുതയാണ് ഇവരുടെ ആയുധം. വാക്സിൻ വിരുദ്ധതയാണ് ഇവരുടെ ആയുധം. ഇത്തരക്കാരാണ് ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളുമായിട്ട് മാറുന്നത്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. തൽക്കാലം നിർത്തട്ടെ. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ജീവൻ രക്ഷാമരുന്നാണ്. അത് സാറ് ഡോസ് കൂട്ടിക്കൊടുത്താൽ അത് എലിവിഷമാണ്. ഇനി സാർ എടുക്കുക, പച്ചവെള്ളം എടുക്കുക, പച്ചവെള്ളം. സാറിനോടാണ്. അതായത് വാർഫാരിൻ എന്നുള്ള മരുന്ന് സാർ പറഞ്ഞു ഇതിൽ എലിവിഷമായിട്ടും ഇതിൽ നേർപ്പിച്ചാൽ ഇത് നേർപ്പിച്ച ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് വാർഫാരിൻ പിന്നീട് രക്തം നേർപ്പിക്കുന്ന ദിവ്യാഷധമായിട്ട് ഉപയോഗിക്കുന്നതും ഇപ്പോൾ 2 വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നതും ഞെട്ടിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങളിലൊന്ന് മാത്രമാണ്. ഈ മരുന്ന് ശരിയായ ഡോസേജിൽ കൊടുത്താൽ ജീവരക്ഷാ മരുന്നും, അതായത് കൂടുതലായിട്ട് കൊടുത്താൽ എലിവിഷവുമാണ്. ഇനി സാറ വിടുക, പച്ചവെള്ളം എടുക്കുക. പച്ചവെള്ളം ശരിയായിട്ട് കൊടുത്താൽ, ചോദ്യം ഇതാണ്, പച്ചവെള്ളം പോലും ആവശ്യത്തിലധികം കഴിച്ചാൽ അത് വിഷമാണ്. അപ്പോൾ അത് പ്രസ്താവനയാണ്, ചോദ്യമല്ല. അപ്പോൾ ചോദ്യം ചോദിക്കും. ഈ ഒരു സാർ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞു എന്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സാർ അതിൽ നിന്ന് ചോദ്യം എന്താണ്? നിങ്ങളുടെ ചോദ്യം എന്താ?
പറഞ്ഞത് തന്നെയാണ് ചോദ്യം. നിങ്ങൾ വേറൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതിനുള്ള ടൈം അധ്യക്ഷന് വാങ്ങിക്കുക. എനിക്കാകെ 10 മിനിറ്റേ ഉള്ളൂ. എനിക്ക് 5 പേജ് കൂടെ വായിക്കാണ്ട് അതിൽ ഈ ഉത്തരങ്ങളൊക്കെ. ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തരിക. ചോദ്യമായിട്ട് ചോദിക്കണം. അതായത് ചോദ്യമായിട്ട് വന്നാൽ ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ. വേറൊരു കാര്യം ഞാൻ പറയാം, ഒരു ദിവസം മുഴുവനും നിൽക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളൊരു ദിവസം കൊണ്ട് വയ്ക്കുക. ഈ സമയം വെച്ചുകൊണ്ട്, സമയത്തിനല്ലല്ലോ മത്സരം. പഠിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ 7 ചികിത്സാലയങ്ങൾ കേരളത്തിലുണ്ട്. 7 നിങ്ങൾക്ക് സ്വാഗതം, തുറന്നിട്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അവിടെ കിടക്കുന്ന രോഗികളുമായിട്ട് സംസാരിക്കാം, പഠിക്കാം, എന്നോട് സംസാരിക്കാം. നിങ്ങൾ എൻ്റെ ക്ലാസ് വയ്ക്ക്. ഒരു ദിവസം ഫുൾ ഡേ വെക്ക്. അതല്ല 3 ദിവസം വയ്ക്കണോ, ഞാൻ വരാം. ഒരിടത്തും ഒളിച്ചോടുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് തന്നെ പോകാൻ തയ്യാറാണ്. നിങ്ങൾ സമയം അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും? 5 പേജും കൂടെ വായിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ കുറഞ്ഞ ഡോസിൽ ആപത്ത് നിങ്ങൾ അറിയില്ല. കരളിൻ്റെ പ്രവർത്തനശേഷി 5% കുറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. കുറഞ്ഞ ഡോസിന് അക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. അക്യുമുലേറ്റീവ് ഇഫക്റ്റ് അത് കെട്ടിക്കിടന്ന് ഓവർ ഡോസിലേക്ക് വരുമെന്നാണ്. നിങ്ങളുടെ മൊബൈലിലെടുത്ത് നോക്ക്. ലോ ഡോസ് മരുന്ന് കഴിക്കുന്നുണ്ട്, മെറ്റയോടോ ജെമിനിയോടോ നിങ്ങൾ ചോദിക്കുക. ഈ ലോ ഡോസ് മരുന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണോ നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങളിതിനെ കൈകാര്യം ചെയ്യുക. ഓക്കെ, ചോദ്യോത്തരങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഉള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല. കാരണം ഞാനൊരു ഹോമിയോ ചികിത്സകനല്ല. മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരാളാണ്. ശരീരത്തിന് നിങ്ങളീ പറയുന്ന ഹിസ്റ്റമിൻ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിന് ബോധം കെടുത്താൻ അറിയാം. തീവ്രമായ ദുഃഖം വരുമ്പോൾ ശരീരം ബോധം കെടുത്തുന്നത് അനസ്തെറ്റിക് സ്വയം ഉണ്ടാക്കിയിട്ടാണ്. ഇതൊക്കെ ശരീരത്തിന് ഉണ്ടാക്കാൻ അറിയാം. കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റ് അംഗീകരിക്കുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എത്ര രൂപ വരെ ചിലവാക്കാം? ഒരു മാമ്പഴത്തിൻ്റെ വൈറ്റമിൻ എ ഇല്ലാത്തത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന അനേക കോടി കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഭാരതത്തിൽ ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കുന്നത് ലോകത്ത് 21,000 പേരാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ അടുത്തൊരാൾ വന്നു. കള്ളു കുടിച്ച് ലിവർ പോയിട്ട് 1 കൊല്ലം വരെ നീണ്ടു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. കള്ളുകുടിയന്മാരുടെ ലിവർ ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് 70 ലക്ഷം രൂപയോളം വരും അവിടെയൊക്കെ വീടെടുത്ത് താമസിച്ചൊക്കെ വരുമ്പോൾ. കരൾ ദാനം ചെയ്യുന്നവരിൽ 500 പേരിൽ ഒരാൾ ഉടനടി മരിക്കുമെന്നാണ് മയോ ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത്. എടുത്തു വെച്ചിട്ടുണ്ട്. അമൃതയിലും ഉണ്ടായിരുന്നു. ഞാനിത് പറയാൻ തുടങ്ങിയതിന് ശേഷം അത് മാറി. കരൾ ദാനം ചെയ്യുന്ന 500 പേരിൽ ഒരാളുടെ മരണം, അവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കരൾ സ്വീകരിക്കുന്നതിൽ 20% പേർ 2 കൊല്ലത്തിനുള്ളിൽ മരിക്കും. മറ്റൊരു 20% 5 കൊല്ലത്തിനുള്ളിൽ മരിക്കും. ഇത് കരൾ മാറ്റിത്തരാമെന്ന് പറയുന്ന മയോ ക്ലിനിക്കിൻ്റെ അമൃത ഹോസ്പിറ്റലിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ ഞാൻ കഴിഞ്ഞ മാസം വരെ കണ്ടതാണ്. ഇതാണ് സത്യം. അപ്പോൾ ഏതാണ്ട് 60% ആളുകളെ 5 കൊല്ലത്തിനുള്ളിൽ കൂടുതൽ നീട്ടിയെടുക്കാം. എത്ര ദിവസം? 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 365. 10 കൊല്ലം ജീവിച്ചാൽ 3650 ദിവസം ജീവിക്കും. എന്ത് കാര്യത്തിനാണ് പലരും ഈ ഏന്തി വലിഞ്ഞ് ഒരു മാസം 30,000 രൂപയുടെ മരുന്ന് കഴിച്ചാൽ ജീവിച്ചിരിക്കാം? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്കല്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രയോജനം നിങ്ങൾക്കുണ്ടെന്ന് ദോഷത്തേക്കാൾ കൂടുതൽ മെച്ചം കിട്ടുമെങ്കിൽ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് മോഡേൺ മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇയാൾ ഇപ്പം ചത്തുപോകാതെ 10 ദിവസം കൂടെ ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും ഗുണം ഈ പ്രകൃതിക്കും ഭൂമിക്കും കുടുംബത്തിനും ഇയാൾക്കും ഉണ്ടാകുമെന്നുണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും ഇതൊന്നും നടക്കാതിരിക്കില്ല. ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. ഈയിടയ്ക്ക് എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ പ്രതിമാസ ശമ്പളം 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ, സർജനാണ്, കിഡ്നി മാറ്റൽ. അതിൽ എന്തോ ഗുരുതരമായ പാളിച്ചയുണ്ട്. നവംബർ 17 പേഷ്യൻ്റ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന, അത് ഞാൻ വായിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു. 1 കൊല്ലം ലോകത്ത് ചികിത്സാ പിഴവ് കൊണ്ട് 1340 ലക്ഷം പേർക്ക് ഗതികേടുണ്ടാകുന്നു. ചികിത്സാ പിഴവ് കൊണ്ട് ഡോക്ടർമാർ കെയർഫുള്ളായിട്ട് കൊടുക്കുന്ന ചികിത്സ എല്ലാം കൂടി ഉൾപ്പെടെ 26 ലക്ഷം പേരാണ് മരിക്കുന്നത്. കോവിഡിൽ 1 കൊല്ലം മരിച്ചതിനേക്കാൾ കൂടുതൽ. കോവിഡ് വന്നപ്പോൾ ആശുപത്രിയെല്ലാം അടച്ചിടുകയായിരുന്നു. ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് പറയുമ്പോൾ ഏത് പകർച്ചവ്യാധി വന്നാലും ആശുപത്രിയൊക്കെ അടച്ചിട്ടിട്ട് ഡോക്ടർമാർ ആ വേദിയിൽ ഉണ്ടായിട്ടില്ല. കോവിഡിൻ്റെ സമയത്ത് നമ്മളെ രോഗാണുക്കളായിട്ട് പേടിച്ച് നമ്മളെ അകറ്റിയിരുത്തി. ആശുപത്രി തുറന്നില്ലല്ലോ, അങ്ങോട്ട് കയറാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ കോവിഡ് ഞങ്ങളാണ് തീർത്തതെന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ ചിന്തിക്കുക.
ആശുപത്രിയിലേക്ക് പോകുന്ന 10-ൽ 4 പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നതെന്ന് പറയുന്നത് ഞാനല്ല, ലോകാരോഗ്യ സംഘടനയാണ്. വേൾഡ് ഹെൽത്ത് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ സെപ്റ്റംബർ, നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എടുത്ത് നോക്കുക. AMAയുടെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുഖപത്രമായ ജാമയിൽ ഡോക്ടർ ബാർബര സ്റ്റാർഫീൽഡ് ഒരു ലേഖനം എഴുതി, ഈസ് US ഹെൽത്ത് റിയലി ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഒരു കൊല്ലം അമേരിക്കയിൽ ഡോക്ടർമാരുടെ കൈപ്പിഴ കൊണ്ട്, തെറ്റായ മരുന്ന്, സർജറി 44,000 തുടങ്ങി 98,000 രോഗികൾ മരിക്കുന്നു ചികിത്സാ പിഴവ് കൊണ്ട്, മരുന്നുകളുടെ തകരാറുകൾ കൊണ്ട്. 20% തുടങ്ങി 30% ആശുപത്രിയിൽ എത്തുന്നവർക്ക് ചികിത്സാ പിഴവ് കിട്ടുന്നു അമേരിക്കയിൽ. എന്താണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ ഡോക്ടർമാരിലും ചികിത്സയിലും വിശ്വാസം ഉണ്ടെങ്കിൽ അമേരിക്കക്ക് ഓടുമോ? ക്യാൻസറിന് ഏറ്റവും വലിയ ചികിത്സ. പിന്നെ നിർമ്മലയുടെ കാര്യം ഇവിടെ ഡോക്ടർ പറഞ്ഞു. നിർമ്മല 1.5 കൊല്ലം ബേബി മെമ്മോറിയലിലെ ചികിത്സ പരാജയപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റിയുടെ പുറകിലുള്ള ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ നിന്നാണ് ഡോക്ടർ ജോൺ ബേബിയുടെ അടുത്ത് വരുന്നത്. തൻ്റെ മകളെപ്പോലെ വീട്ടിൽ നിർത്തി ഭക്ഷണം കൊടുത്ത്. പാവപ്പെട്ട കുട്ടിയായിരുന്നു, 10 പൈസ വാങ്ങിച്ചിട്ടല്ല. പക്ഷേ ആ കുട്ടി ചികിത്സ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിച്ച്, ഇവിടെ പറഞ്ഞ പോലെ കുമ്പളങ്ങേര് കൊടുത്ത് കിടത്തിയൊരിടത്തൊന്നും അല്ല നിർമ്മലയെ ചികിത്സിച്ചത്. പിന്നെ അതൊക്കെ ശരിയാണെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്ത് എത്രയോ ആണ് നമുക്ക് അലോപ്പതിയിൽ ഓരോ ദിവസവും പറയാനുള്ളത്. അതുകൊണ്ട് മറുപടികൾ വേണ്ടത്ര ആയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. ഏതായാലും ഞാൻ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്നു, അത് ഡോക്ടർക്കും നൽകിയിട്ടുണ്ട്. അദ്ദേഹം എത്തിക്സിൽ വളരെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുമ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം സ്വകാര്യ ആശുപത്രി പോയില്ല. കാരണം എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിനുള്ളിലൊക്കെ വരുന്നുണ്ട്. ബ്രിട്ടനിലെ ചികിത്സ ഇവിടുത്തെ ചികിത്സ എന്താ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണേ? 3 ദിവസം കഴിയാതെ പനി രോഗിയെ ആശുപത്രി കയറ്റില്ല ബ്രിട്ടനിൽ, കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ എത്തിക്സിൽ വിചാരമുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം ഞങ്ങളുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വന്ന് ഒരു കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം ഒന്ന് കഴിയണം. കോഴിക്കോട് തന്നെയുണ്ട്. അത് അദ്ദേഹത്തെ ഞങ്ങളിലേക്ക് കൂടെ എത്തിക്കും. ധാരാളം ഡോക്ടർമാരിപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഡോക്ടർ മായ വലേച്ചിയെ പോലെ, ഡോക്ടർ ആനന്ദ് ഗോഖാനിയെ പോലെ. പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്നുള്ള എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് ഡോക്ടർ ആനന്ദ് ഗോഖാനി, ബിർള ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡയബറ്റോളജിസ്റ്റ്. പ്രകാശനം ചെയ്തത് MA ബേബി. 15 കൊല്ലത്തെ പ്രമേഹം 10 ദിവസം കൊണ്ട് മാറ്റിയെടുത്തതാണ്. ഞാൻ 1 മണിക്കൂർ കൂടി ഇരുന്നില്ലേ, 2 മിനിറ്റ് കൂടി തന്നേക്ക്. അത് പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ VS വിജയൻ. 25 കൊല്ലം പ്രമേഹം ഉണ്ടായിരുന്നു, 555 പ്രമേഹം. ഇപ്പോൾ 10-18 കൊല്ലമായി ഒരു മരുന്നുമില്ലാതെ ജീവിക്കുകയാണ്. എൻ്റെ പ്രകൃതി രീതികളിലൂടെ ഒരു രോഗമില്ലാതെ ജീവിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളെ ഞാൻ കേരളത്തിൽ കാണിച്ചു തരാം. 10-20 കൊല്ലമായിട്ട് കുടുംബത്തിൽ ആർക്കും രോഗമില്ല. അത് കാണാനും പഠിക്കാനും നിങ്ങൾ വരില്ലേ? നിങ്ങൾ യുക്തിവാദികളല്ലേ? സത്യം അന്വേഷിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിൻ്റെ മുഴുവൻ പരിഹാസവും അല്ലെങ്കിൽ എതിർപ്പും നേരിട്ട് യുക്തിവാദത്തിൽ, കുടുംബത്തിൻ്റെ പോലും എതിർപ്പല്ലേ പലർക്കും ഉള്ളത്. ആ ഒരു സത്യാന്വേഷണം 10 ദിവസം ഞങ്ങളുടെ പ്രകൃതി ഉത്സാഹത്തിൽ വന്ന് അവിടെ നടക്കുന്നത് എന്താണെന്ന് പഠിക്കാനുള്ള സത്യസന്ധത കാണിക്കണം. യുക്തിചിന്തയിലെ ഏറ്റവും പ്രധാനം MA ജോണായിരുന്നു. ആ ജോൺ സാറ് എൻ്റെ പ്രകൃതി ഉത്സാഹ കേന്ദ്രത്തിൽ വരികയും എനിക്ക് പ്രോത്സാഹനം തരികയും ഞങ്ങളൊന്നിച്ച് കേരളമൊട്ടാകെ സഞ്ചരിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുക്തി അന്വേഷിച്ച് നോക്കുന്ന ഞാനും ഒരു യുക്തിചിന്തകൻ തന്നെയാണ്. കാരണം എനിക്കിപ്പോഴും വ്യക്തമല്ല ദൈവം ഉണ്ടോ ഇല്ലയോ, ഉണ്ടെന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിനെതിരായിട്ട് ഒരു വാക്കും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, എൻ്റെ പുസ്തകത്തിലില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. നന്ദി, നമസ്കാരം. ഈ ഒരു സമയപരിധി 10 മിനിറ്റോടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതാണ്. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമോ ഉത്തരവോ ഒരു സംസാരവും ഉണ്ടായിരിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, സയൻസ്, ഞാൻ ഇനിമേ ശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്നില്ല. സയൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡാണ്. അത് വർഷങ്ങളോളമുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ആവർത്തിക്കാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ് സയൻസ്. അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് മെഡിക്കൽ സയൻസാണ്. അവിടെ സയൻസിൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെ സർവ്വശാഖകളിലും ഉണ്ടാകുന്ന എല്ലാ വികാസങ്ങളുടെയും പുരോഗതിയുടെയും നേട്ടങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരാശിക്ക് അവരുടെ ജീവനും ആയുസ്സും നീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രായോഗിക സയൻസാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് സംസാരിക്കുന്നത്
ക്ലിനിക്കൽ ട്രയലുകളുടെയും പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും രേഖകളും ഡാറ്റകളും തെളിവുകളുമാണ്. ഇത് എന്നെ സമീപിച്ച ഒരു രോഗിയുടെ പ്രിസ്ക്രിപ്ഷനാണ്. അദ്ദേഹം ഒരു IT എഞ്ചിനീയറാണ്. ഇവിടെ നേരത്തെ മൈത്രേയൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഒരുത്തരെയും ശാസ്ത്ര അവബോധമുള്ളവനും സാമാന്യ ബുദ്ധി പോലും ഉള്ളവനാക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് കേരളത്തിൻ്റെ ശാപം. എല്ലാ സർവ്വ തട്ടിപ്പുകളുടെയും സർവ്വ കപട ചികിത്സകളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അറബികൾ പോലും, അറേബ്യൻ നാടുകളിലൊന്നും ആധുനിക വൈദ്യശാസ്ത്രമല്ലാതെ മറ്റൊരു ശാസ്ത്ര ശാഖകൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ ശാസ്ത്രം ചികിത്സ എന്ന് പറയുന്ന രീതികൾ അവിടെ ഇല്ല. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഇദ്ദേഹം IT എഞ്ചിനീയർ, എൻ്റെ സ്ഥിരമായി വരുന്ന രോഗിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ആയുർവേദ MD ഡോക്ടറെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആയുർവേദ MD ആണ്. പിന്നീട് അദ്ദേഹം തടി കൂടി ഫാറ്റി ലിവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ആയുർവേദ MD അദ്ദേഹത്തെ ചികിത്സിച്ചു. 2 മാസം കഷായം അരിഷ്ടമെല്ലാം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ കണ്ണെല്ലാം ചുവച്ച് തടി കൂടി നീര് വന്ന് കണ്ണ് ചുവന്ന് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചു. കുറേ അദ്ദേഹത്തിന് കണ്ണ് ചികിത്സക്കാരനൊന്നും മനസ്സിലായില്ല. എന്നിട്ട് പിന്നീട് അതിന് ശേഷം എന്നെ സമീപിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് തൈറോയിഡ് കൂടിയതിൻ്റെയും കിഡ്നി ലിവറിനെയൊക്കെ ബാധിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എല്ലാ പരിശോധനകളും നടത്തി ഏറ്റവും നല്ല അംഗീകാരമുള്ള വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ലാബാണ്. മാത്രമല്ല എനിക്ക് ഈ ലാബുമായിട്ട് യാതൊരു അസോസിയേഷനുമില്ല. ഞാൻ ഒരു മരുന്ന് കമ്പനികളുമായിട്ട് ആരായിട്ടും ഒരു കൂട്ടും കൂടാറില്ല. പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഡോക്ടറായത് മുതൽക്ക് സ്വന്തം കാശെടുത്തുകൊണ്ട് അച്ചടിക്കുകയല്ലാതെ ഒരു ഔദാര്യങ്ങളും പറ്റാറില്ല. മാത്രമല്ല അവരോട് മറ്റുള്ള ചികിത്സാ കേന്ദ്രങ്ങളോട് രോഗിക്ക് മാക്സിമം കൊടുക്കാൻ പറയുകയാണ് ചെയ്യാതെ. അവരുടെ ആ ലാബിലൊക്കെ എൻ്റെ പേരവിടെ രജിസ്റ്റേർഡാണ്. എൻ്റെ പേരടിച്ചാൽ 20-25% കമ്മീഷനോട് കൂടിയിട്ട് രോഗി കിട്ടും. സ്കാനൊക്കെ പകുതി കാശിന് ചിലപ്പോൾ കൊടുക്കും. അത്ര രോഗിയെ കൊടുത്തു വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൈറോയിഡ് കംപ്ലീറ്റ് നശിച്ചു പോയി. ആയുർവേദം കൊണ്ട് ഒരു രോഗമില്ലാത്ത ആളായിരുന്നു. ലിവറിനെ ബാധിച്ചു, കിഡ്നി ബാധിച്ചു, മജ്ജയെ ബാധിച്ചു, ഹീമോഗ്ലോബിൻ കുറഞ്ഞു, പിന്നെ എല്ലാ മൾട്ടി ഓർഗൻ ഫെയിലിയറിൻ്റെ സ്ഥിതിയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഞാൻ ചികിത്സിച്ചു. ഏകദേശം 1 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡാറ്റകളും അദ്ദേഹത്തിൻ്റെ എവിഡൻസസ് എല്ലാം കിഡ്നിയുടെയും തൈറോയിഡെല്ലാം TSH വളരെ 200-300 അടുത്തായിരുന്നു. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം തകരാറിലായിരുന്നു. ക്രിയാറ്റിൻ 1.59 പിന്നീട് 1-2 മാസം ഇപ്പോഴും അദ്ദേഹം മാസം തോറും വന്ന് എൻ്റെ ചികിത്സയിലാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് ക്രിയാറ്റിനിൻ 1.6 ഉണ്ടായിരുന്നു, 0.9, തൈറോയിഡ് നോർമലായി 1.29, ഹോർമോൺ ലെവൽ നോർമലായി, ലിവറിൻ്റെ പ്രവർത്തനം നോർമലായി. വീണ്ടും സ്കാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും നോർമലായി. ഇപ്പോൾ പക്ഷേ ജീവിതകാലം വരെ ഇത് ടെസ്റ്റ് ഈ മരുന്നുകൾ സേവിക്കേണ്ട അവസ്ഥയാണ്. തൈറോയിഡിൻ്റെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റാണ്. തൈറോയിഡ് ഗ്രന്ഥിയെ കംപ്ലീറ്റ് തകർത്തു, അപ്പോൾ റീപ്ലേസ് ചെയ്യണം. അതുപോലെ ലിവറിൻ്റെ പ്രവർത്തനത്തിലുള്ള മരുന്നുകൾ കുറച്ച് കാലം കൂടെ അദ്ദേഹം കഴിക്കേണ്ടി വരും, അതിനുശേഷം നിർത്താം. പക്ഷേ തൈറോയിഡ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല. കിഡ്നിയുടെ പ്രവർത്തനം എല്ലാം നോർമലായി. ഇത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു രോഗിയാണ്. ഒരിക്കലും മദ്യപിക്കാത്ത, ഒരിക്കലും പുകവലിക്കാത്ത ഒരു വ്യക്തി ശരീരമാസകലം നീരുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ക്രോണിക് പാരങ്കൈമൽ ലിവർ ഡിസീസ്, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് വന്ന് ലിവർ കംപ്ലീറ്റ് തകരാറായ അവസ്ഥയിലായി, ലിവർ സിറോസിസായി മാറി. ഇപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മറ്റൊരു രോഗിയുടെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരിക്കലും പുകവലിക്കാത്ത, ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. കോട്ടയ്ക്കൽ ആയുർവേദശാസ്ത്രത്തിൻ്റെ ആയുർവേദ ചികിത്സയുടെ വത്തിക്കാനായിട്ടുള്ള കോട്ടയ്ക്കൽ ആയുർവേദശാസ്ത്രത്തെ അവിടുത്തെ പോപ്പായിട്ടുള്ള ഡോക്ടർ PK വാര്യർ വൈദ്യർ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലും മറ്റു വൈദ്യന്മാരുടെ ചികിത്സയിലുമായിരുന്നു. അങ്ങനെ പക്ഷേ അദ്ദേഹത്തിൻ്റെ 7-8 വർഷത്തോളം മുട്ടുവേദനയ്ക്ക് മരുന്ന് കഴിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കരൾ കംപ്ലീറ്റ് പോയി, കിഡ്നിയെയും ബാധിച്ചു. അവസാനം ഇപ്പോൾ അദ്ദേഹം ഒന്നുകിൽ ലിവർ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ജീവിതകാലം വരെ മാറ്റിവെക്കേണ്ട അവസ്ഥ വരുന്നത് വരെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു അവസ്ഥയിലാണ്. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ ഇതിൽ ചിലപ്പോൾ സലീം കുമാറിൻ്റെ ഒരു വീഡിയോ കാണുമായിരിക്കും. അദ്ദേഹം നമ്മുടെ വിഖ്യാതനായ കുപ്രസിദ്ധനായ നമ്മുടെ മോഹനൻ വൈദ്യർ, വൈറസില്ല എന്ന് പറഞ്ഞ മോഹനൻ വൈദ്യരെ ചികിത്സയിലടക്കം കേരളം അങ്ങോളമുള്ള എല്ലാ വൈദ്യന്മാരുടെയും ചികിത്സ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിവർ അവസാനം മാറ്റിവെക്കേണ്ട അവസ്ഥ ഒരു കൃത്രിമ ലിവറായിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് അടുത്തുള്ള ഒരു കുട്ടി, ഒരു +1 വിദ്യാർത്ഥിനി,
അവർ പിന്നെ ഒരു കാലിലുള്ള ഒരു പയോഡർമയ്ക്ക് 5 ദിവസത്തെ ചെറിയൊരു ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറാവുന്ന ഒരു പയോഡർമയ്ക്ക് 6 മാസം കഷായം കുടിച്ച് ആ കുട്ടിയുടെ കരൾ കംപ്ലീറ്റ് തകർന്നു പോയി. അവസാനം അമ്മ കരൾ കൊടുക്കാൻ തയ്യാറാവുകയും നാട്ടുകാരും ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസ് എല്ലാം പിരിവെടുത്ത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ആർക്കും അന്വേഷിക്കാവുന്നതാണ് പോയി കരൾ മാറ്റി വെച്ചിട്ടാണ് ആ കുട്ടി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറയൽ കാരണം ഈ കീമോഫോബിയ, ഇതാണ് ഇവരുടെ കപട ചികിത്സകളുടെ എല്ലാ പ്രധാന കാരണം. കെമിക്കൽ എന്ന് പറഞ്ഞാൽ അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണെന്നും മറ്റ് മനുഷ്യ ശരീരം പ്രകൃതിയെല്ലാം നാച്ചുറലായി ദൈവം തന്നതാണ് എന്ന ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ, മനുഷ്യ ശരീരം മുഴുവൻ, പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ഈ 118 മൂലകങ്ങളുള്ള കെമിക്കൽസാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്. 2 ഓക്സിജനും പിന്നെ 2 ഹൈഡ്രജൻ, 1 ഓക്സിജനും 2 ഹൈഡ്രജൻ മോളിക്യൂളും ചേർന്നാണ്. ഇങ്ങനെ ഫോബിയ വരുത്തുക. നമ്മൾ കറിയിലൊടുക്കുന്ന ഉപ്പ് വളരെ പ്രകൃതിദത്തമാണ്. മനുഷ്യ നീ ഉപ്പാകുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ ഉപ്പ് എന്താണ്? സോഡിയം എന്ന് പറയുന്ന ഒരു ലോഹം, ക്ലോറിൻ എന്ന് പറയുന്ന ഒരു വിഷവാതകമാണ്. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ അജ്ഞതയെ മുതലെടുപ്പിടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഈ വാക്സിൻ വിരുദ്ധതകൾ. പിന്നീട് പറയുന്ന ഇവർ ഏതെങ്കിലും ഒരു സങ്കീർണത കൊണ്ടുള്ള മരണം അല്ലെങ്കിൽ അപകട മരണം കൊണ്ട് ഉള്ള മരണത്തിന് ഈ മോഡേൺ മെഡിസിനെ, അലോപ്പതി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ അപേക്ഷിക്കുകയാണ്. മോഡേൺ മെഡിസിനെ പക്ഷേ എത്ര കോടി ജനങ്ങളെ അവരുടെ ജീവൻ രക്ഷിച്ചു അതെന്നല്ല പറയാം. ഒരു വിമാനമുണ്ടായാൽ വിമാനം തകർന്നാൽ ഇത്ര പേർ മരിച്ചു. അതുകൊണ്ട് വിമാനം നിരോധിക്കണം, വിമാനം മുഴുവൻ മോശമാണ്, റോഡ് ക്രോസ് ചെയ്ത് ഇടിച്ച വണ്ടികളും റോഡുകളും നിരോധിക്കണം എന്ന് പറയുന്ന ബാലിശമായ അത്തരം ആരോപണങ്ങൾ വെറുതെ മറ്റുള്ളവരെ കണ്ണടപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാതടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം അവർ ചെയ്യേണ്ടത്, അവർ തെളിവുകൾ കൊണ്ടുവരട്ടെ. അവർക്ക് നല്ല പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സകളുണ്ടെങ്കിൽ തെളിവുകൾ കൊണ്ടുവരൂ. ഞങ്ങളതിന് അനുകൂലമാണ്. ശാസ്ത്രത്തിന് മുൻവിധികളില്ല, ദുശാഠ്യങ്ങളില്ല. 2 ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഒരിക്കലും പോരടിക്കാറില്ല. ന്യൂട്ടനെ ഐൻസ്റ്റീൻ തിരുത്തും, ഐൻസ്റ്റീനെ പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങും അതുപോലുള്ള മറ്റ് ശാസ്ത്രജ്ഞന്മാരും തിരുത്തും. അങ്ങനെയാണ് സയൻസ് വളരുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആയുസ് 200 വർഷം വരെ കൂട്ടാനുള്ള ആയുസ്സുണ്ട്. ഇന്ന് ദൈവത്തിനൊന്നും റോളില്ല. മനുഷ്യൻ വിചാരിച്ചാൽ, ശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം വിചാരിച്ചാൽ ഈവൻ ഈ ഭൂമി ക്ലോണിങ് സങ്കേതം മൂലം മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഈവൻ പുരുഷനില്ലാത്തൊരു ലോകത്തെ പോലും സൃഷ്ടിക്കാൻ കഴിയും. സ്ത്രീ മാത്രം മതി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കാൻ പറ്റും. ഇതാണ് സയൻസ്. പിന്നെ പറയുന്നത് പഴയ കാലത്തുള്ള ആയുസ്, പഴയ കാലത്ത് 100 വയസ്സും 120 വയസ്സും ഒക്കെ ഇത്തരം കെട്ടുകഥകളിലാണ് പിന്നീട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് നെക്സ്റ്റ് സയൻസ്. കാരണം ഇന്ന് കാണുന്ന നമ്മളെ രോഗങ്ങളെല്ലാം പഴയ കാലത്തും എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു. മരങ്ങളിൽ പോലും ക്യാൻസറുണ്ട്. ഇത് ആഫ്രിക്കൻ മമ്മിയിൽ MRI സ്കാനും പറ്റതും ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. ആഫ്രിക്കൻ മമ്മിയിൽ ഇത് 4500 വർഷം മുമ്പുള്ള ആഫ്രിക്കൻ മമ്മിയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ട് അസ്ഥിയിൽ അതിലേക്ക് പരന്നിട്ടാണ് ഈ മമ്മിയിലുള്ള പിന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രമുഖ വ്യക്തി മരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചിത്രമാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു മമ്മിയാണ്. ഇതൊരു 4500 വർഷം മുമ്പുള്ള ഒരു മമ്മിയുടെ ചിത്രമാണ്. ഇയാൾ മരിച്ചിട്ടുള്ളത് ക്ഷയരോഗം മൂലമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. മറ്റൊരു ചിത്രം, ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചിത്രമാണ്. ഇത് 2200 BC 2000, അതായത് ഏകദേശം 4500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്നും ലഭിച്ച ഒരു മമ്മിയാണ്. ഏകദേശം പൂർണ്ണമായിട്ടും പ്രിസർവ് ചെയ്യപ്പെട്ട, വലിയ തകരാറുകളില്ലാതെ പ്രിസർവ് ചെയ്യപ്പെട്ട ഒരു മമ്മിയുടെ ചിത്രമാണ്. ആ മമ്മി ഒരു പ്രഭ്യു ആയിരുന്നു. 50 വയസ്സിലാണ് അവർ മരിച്ചതെന്നും അവർ മരിക്കാൻ കാരണം ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലറുമായിരുന്നെന്നും അതോടൊപ്പം അവർക്ക് കരൾ രോഗമുണ്ടായിരുന്നു, ഒരു വിരരോഗമുണ്ടായിരുന്നു, അവർക്ക് പ്രമേഹമുണ്ടായിരുന്നു, അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നതെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ചു. മാത്രമല്ല അവരുടെ ധമനികളിൽ കുറച്ച് രക്തം പോലും ശേഷിപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന തെളിവുകളാണ്, സത്യമാണ്. സത്യത്തിന് ഒരിക്കലും ബദൽ സാധ്യമല്ല എന്നതാണ്. കാരണം എത്ര അവരുടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ കപട ചികിത്സകളുടെ സാധ്യത അനന്തമാണ്. അത് മസ്തിഷ്കം ഉപയോഗിക്കാത്തവരുടെ എത്രമാത്രം എണ്ണമുണ്ട്, യുക്തിരാഹിതരായിട്ടുള്ളവരുടെ എത്ര എണ്ണമുണ്ട്, അത്രയധികം വിശ്വാസങ്ങളുണ്ടാകും, അത്രയധികം വിശ്വാസശാസ്ത്രങ്ങളുണ്ടാകും. കാരണം ഹരാരി പറഞ്ഞതുപോലെ വിശ്വാസം കഥകളും കെട്ടുകഥകളും
പടയ്ക്കാനും അത് പടച്ചുവിടാനും പ്രചരിപ്പിക്കാനും അതേപോലെ വിശ്വസിക്കാനുമുള്ള ഒരു കഴിവ് മനുഷ്യൻ്റെ സ്വാഭാവിക കഴിവാണ്. ഈ കഴിവിനെ അതിജീവിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നമ്മൾ ശാസ്ത്രം പഠിക്കണം, ശാസ്ത്ര അവബോധം തിരിച്ചറിയണം. അത്തരം ഒരു സമൂഹത്തിൽ മാത്രമേ ഇതിനെയെല്ലാം നമുക്ക് ചെറുക്കാനാവൂ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. സോഷ്യലിസവും സമാധാനവും സമത്വവും എല്ലാം നടമാടുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ ജയിലുകളില്ല, പോലീസുകാരില്ല, പട്ടാളങ്ങളില്ല. അവിടെ മനുഷ്യർ വീടുകൾ പോലും പൂട്ടാതെ അത്രയും സമാധാനത്തോടെ ജീവിക്കുന്ന. കാരണം 16 വയസ്സ് വരെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ശാസ്ത്രം മാത്രം പഠിക്കുകയാണ്. മതം ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പാരൻസിനെ പിടിച്ച് ജയിലിലിടും. അവരുടെ മതഗ്രന്ഥങ്ങളുടെ മേൽ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ, കുട്ടികൾക്ക് കിട്ടാത്തിടത്ത് വയ്ക്കുമെന്ന് എഴുതി വെക്കണം. അത്തരം രാജ്യങ്ങളാണ് സമാധാനമുണ്ടാവൂ. മനുഷ്യ സമൂഹം ത്തിലുള്ള ഇന്ന് നടമാടുന്ന എല്ലാ കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരേ ഒരു കാരണം വിശ്വാസം മാത്രമാണ്. അത് കപടശാസ്ത്ര ചികിത്സാ വിശ്വാസമാകട്ടെ, മതവിശ്വാസമാകട്ടെ, ദൈവവിശ്വാസമാകട്ടെ, ഈ വിശ്വാസങ്ങളാണ് ഭൂമിയിൽ അസമത്വങ്ങളും അസന്തുഷ്ടിയും കലാപങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനുള്ള ഒരേ ഒരു മറുപടി സയൻസ് മാത്രമാണ്. നന്ദി, നമസ്കാരം.